മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാസമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയത് സർവദാ. പുണ്യാത്മാക്കൾ നിറഞ്ഞിരിക്കുന്ന സദസ്സിന് നമസ്കാരം. എല്ലാ വർഷവും സ്വാമിജിയുടെ കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും ഈ ശ്രേഷ്ഠമായ വേദിയിൽ വന്നിരിക്കാനും എന്തെങ്കിലുമൊക്കെ എൻ്റെ അറിവിനൊത്ത വിധം പറയാനും അവസരം ലഭിക്കാറുണ്ട്. ഞാൻ പറയും, ഓരോ പ്രാവശ്യവും സ്വാമിജി എനിക്ക് തരുന്ന ചോദ്യക്കടലാസുകൾ കൂടുതൽ കൂടുതൽ വിഷമം പിടിച്ചവയാണെന്ന്. അതേമാതിരിയാണ് ഇത്തവണ ഒരു വിഷമം പിടിച്ചതായിട്ടുള്ളൊരു ചോദ്യക്കടലാസാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. പുരഞ്ജനോപാഖ്യാനം. ധാരാളം ഭാഗവതമൊക്കെ കേട്ട് വലിയ വലിയ ആൾക്കാരുടെ വളരെ നല്ല പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഈ മഹത്തായ ഈ സദസ്സിൽ ഞാൻ പറയുന്നത് വെറുമൊരു ചെറിയ കുട്ടിയുടെ, നമ്മുടെ വീട്ടിലൊക്കെ പലവരും വരികയാണെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് LKG UKG പഠിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയിപ്പിക്കുന്നത് മാതിരിയാണ് എൻ്റെ പ്രസംഗം. എല്ലാ പ്രാവശ്യത്തെയും മാതിരി ഞാൻ അറിഞ്ഞും അറിയാതെയും വരുത്തിയേക്കാവുന്ന തെറ്റുകൾക്കായിട്ട് മുൻകൂർ ജാമ്യം ചോദിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ 3-ാം സ്കന്ധത്തിൽ വിതുര മൈത്രേയ സംവാദത്തിൻ്റെ അവസാന ഭാഗമായിട്ടാണ് പുരഞ്ജനോപാഖ്യാനം വരുന്നത്. അപ്പോൾ വിതുരൻ്റെ പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ് ഈ സ്കന്ധം പുരോഗമിച്ചുകൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് 6 കഥകളെയാണ് ഈ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നത്. വരാഹാവതാരം, കപിലോപാഖ്യാനം, ദക്ഷചരിതം, ധ്രുവചരിതം, പൃഥുപാഖ്യാനം, അവസാനത്തത് പുരഞ്ജനോപാഖ്യാനം. വിതുരൻ്റെ സംശയങ്ങളെല്ലാം അതോടുകൂടി മാറിപ്പോയി. സന്തോഷമായി. രണ്ടുപേരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോവുകയാണ്. നമ്മുടെ സംസ്കൃതിയിൽ വളരെ ഒരു രസകരമായ ഒരു ഭാഗമാണ് ഉപമകളെ കൊണ്ട് നമ്മുടെ തെറ്റുകളെ തീർത്തു തരല്. കഥ പറഞ്ഞിട്ട് ഉപമകളെ കൊണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപമ ഏതാണെന്ന് ചോദിച്ചാൽ കഠോപനിഷത്തിലെ രഥത്തിൻ്റെയും രഥിയുടെയും ദേഹിയുടെയും എല്ലാം ഉപമ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതിനെ തന്നെ അതിൻ്റെ ആ ഉപമയിലുള്ള അർത്ഥവും ഗാംഭീര്യവും സാരസ്യവും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ അതിനെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതായിട്ടുള്ള ഭഗവത്ഗീത നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആ ഒരു ചെറിയ ഉപമയായിട്ട് നചികേതസിന് യമൻ വിവരിച്ചു കൊടുത്തതായിട്ടുള്ള ആ രഥമാണ് നമ്മുടെ ശരീരം. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന രഥിയാണ് ജീവാത്മാവ്. ബുദ്ധിയാണ് ശ്രീകൃഷ്ണ രൂപത്തിലിരുന്ന് നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. രഥത്തിന് കേടുവന്നാൽ രഥി നന്നല്ല എന്നുണ്ടെങ്കിൽ, സാരഥി നന്നല്ല എന്നുണ്ടെങ്കിൽ ആ രഥം പോയി പൊട്ടക്കുഴിയിൽ വീണുപോകും. അല്ല, എല്ലാം നല്ലതാണെന്നുണ്ടെങ്കിൽ അത് മേലേക്ക് കയറിപ്പോകും. നമ്മളെ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് അത് എത്തിച്ചു തരും എന്നുള്ള ആ ഉപമ വളരെ മനോഹരമായിട്ട്. അതേമാതിരി മറ്റൊരു ഉപനിഷത്തിൽ നിന്ന് വരുന്നതാണ്, മുണ്ടകോപനിഷത്തിൽ നിന്ന് വരുന്ന 2 പക്ഷികളുടെ. ഒരു നല്ലൊരു മരത്തുമ്മ 2 പക്ഷികളുണ്ട്. ഒരു പക്ഷി താഴത്തതിലിരുന്ന് ഇങ്ങനെ അതിലത്തെ ആ ചെറിയ ചെറിയ പഴങ്ങളെയൊക്കെ തിന്ന് അതിനെ ഭുജിച്ച് ചിലപ്പോൾ കയ്പുള്ളതായിരിക്കും, ചിലപ്പോൾ നല്ല സ്വാദുള്ളതായിരിക്കും. കയ്പുള്ളത് കിട്ടുന്ന സമയത്ത് മുകളിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ മുകളിലിരിക്കുന്ന
അതിഭംഗിയുള്ള ആ പക്ഷിയെ കാണും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ചാടും. ചാടി 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 വന്നിട്ട് അവസാനം ആ പക്ഷിയും ഞാനും ഒന്നായിത്തീരുന്നു എന്നുള്ള അങ്ങനെയുള്ളൊരു ഉപമ നമുക്ക് കാണാം. അതേമാതിരി വളരെയധികം വിസ്തരിച്ചു വരുന്നതായിട്ടുള്ള ഒരു ഉപമയാണ് പുരഞ്ജനോപാഖ്യാനത്തിൽ കൂടി വേദവ്യാസ മഹർഷി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത് പ്രാചീന ബർഹിസിൻ്റെ കഥയാണ്. അദ്ദേഹം വലിയൊരു രാജാവായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ മാതിരി കർമ്മങ്ങൾ ചെയ്യുക, എത്ര ചെയ്താലും ജോലി ചെയ്താലും കർമ്മങ്ങൾ ചെയ്താലും തീരലില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ കിട്ടിയത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് വേദിഷത്ത് എന്നായിരുന്നു. ഈ പ്രാചീന ബർഹസ് എന്നുള്ള പേരെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ രാജ്യം മുഴുവനും ദർഭ വിരിച്ച് യാഗങ്ങൾ ചെയ്യുക. അങ്ങനെ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ ദർഭ വിരിക്കാത്ത സ്ഥലമില്ലാന്നായി. അതായത് അങ്ങനത്തെ ഒരു കർമ്മഠനായിട്ട് അദ്ദേഹം മാറി. കർമ്മമല്ലാതെ തന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അദ്ദേഹം നോക്കില്ല. അങ്ങനെ കർമ്മത്തിൽ അങ്ങോട്ട് മുഴുകി ജ്ഞാനത്തിനും ഭക്തിക്കും ഒന്നിനും സ്ഥാനം കൊടുക്കാതെ അദ്ദേഹം ഇങ്ങനെ വല്ലാത്ത കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യവും നമ്മുടെ നാരദ മഹർഷി അദ്ദേഹമാണല്ലോ സാധാരണയായിട്ട് വന്ന് നമ്മളെ തോണ്ടി ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു തരുന്ന ഒരു അംബാസഡറാണ് ഭഗവാന്റെ. അപ്പൊ അദ്ദേഹം വന്ന് പല പ്രാവശ്യം പറഞ്ഞു, നിൽക്കൂ, കുറച്ച് ഞാൻ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, ഇങ്ങനെ ഈ കർമ്മത്തിൽ മുഴുകിയിരിക്കണോ, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തൂടെ, കേട്ടൂടെ. എനിക്ക് അതിനൊന്നും സമയമില്ല, എത്ര ഇനിയും ചെയ്യാൻ കിടക്കണത് ജോലി എന്നുള്ള മാതിരി ഇങ്ങനെ അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ വിവാഹം കഴിച്ചു കൊടുക്കണം തോന്നി. അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തിട്ട് ആ സമയത്ത് അദ്ദേഹത്തിന് ബുദ്ധിയിൽ തോന്നി, അയ്യോ ഇവരും വിവാഹമൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ മാതിരിനെ ആവാൻ പോവല്ലേ, എനിക്കോ നല്ല കാര്യം ചെയ്യാനുള്ള ഒരു സമയവും കിട്ടിയില്ല. അപ്പൊ ഇവരും ഈ കർമ്മത്തിൽ തന്നെ കിടന്ന് മുഴുകാൻ പോവുകയാണല്ലേ, എന്നാൽ ഇവർക്ക് ഒരു നല്ല ഉപദേശം കൊടുത്തിട്ട് ഇവര് തപസ്സിനയക്കട്ടെ ഞാൻ എന്ന് വിചാരിച്ചിട്ട് അവരെ തപസ്സിനയക്കാൻ നിശ്ചയിക്കല്ല തപസ്സിനയച്ചു. അത് നാരദ മഹർഷിക്ക് മനസ്സിലായി. അപ്പൊ നാരദ മഹർഷി മനസ്സിലായി, രാജാവിന് കുറച്ച് നല്ല ബുദ്ധിയൊക്കെ വന്നു തോന്നുന്നുണ്ടല്ലേ, ഏതാ ഇപ്പൊ തന്നെ ഒന്ന് പോയി അദ്ദേഹത്തിനോട് വേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ അദ്ദേഹം കേൾക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് വരുമ്പോൾ നാരദ മഹർഷി ഒന്നും വേണ്ട മാതിരി സ്വീകരിക്കൂല, അദ്ദേഹത്തിനെ ഉപചരിക്കൂല, അദ്ദേഹത്തിനെ കണ്ടു എന്നുള്ള ഭാവം കൂടി വെക്കില്ല ചിലപ്പോൾ. നാരദ മഹർഷി പാട്ടിന് അങ്ങനെ പോവുകയും ചെയ്യും. പക്ഷെ ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ വരൂ മഹർഷി ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ആത്മകഥ മാതിരി ഞാനിങ്ങനെ ഇത് വളരെ കഷ്ടപ്പെട്ടിരിക്കുക, ഒരുപാട് ഇതൊക്കെ ചെയ്ത് കർമ്മത്തിൽ എന്നിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് കുറച്ച് നല്ല ജ്ഞാനം ഉപദേശിച്ചു തരൂ എന്ന് പറയുകയാണ്. കേട്ടപ്പോൾ സന്തോഷായി നാരദ മഹർഷിക്ക്. അപ്പോ നാരദ മഹർഷി അന്ധക്കരണ ശുദ്ധി ഉണ്ടാക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയുമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നിശ്ചയിക്കുകയാണ്. പക്ഷെ ആ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കേട്ടാൽ അദ്ദേഹത്തിന് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ജ്ഞാനത്തിനെയൊക്കെ പറ്റി ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അദ്ദേഹത്തിന് മനസ്സിലാകും? അതുകൊണ്ട് നാരദ മഹർഷി ഒരു സൂത്രം ചെയ്യാണ്. നല്ല ഒരു കഥാരൂപത്തിൽ, നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന മാതിരി ഒരു കഥയുടെ രൂപത്തില് മഹത്തായിട്ടുള്ള ജീവാത്മ പരമാത്മ ഐക്യത്തിന്റെ ഒരു കഥാരൂപത്തില് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോ ഈ കഥയുടെ ശരിയായിട്ടുള്ള പൊരുൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാരതീയ തത്വചിന്തയെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് അറിയണം. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും അതിനെപ്പറ്റി ഓർമ്മിക്കുന്നത് ഇവിടെ നന്നായിരിക്കും. എന്താണ് ഈ കഥയുടെ പൊരുൾ എന്നറിയാനായിട്ട് നമുക്ക് ഭഗവാൻ 3 ഉപാധികളെ തന്നിട്ടുണ്ട്. ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഇത് 3 ഉള്ളൂ നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ 4മതൊരു കാര്യം ഇല്ല. ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ ജീവിതം എന്നുള്ള വ്യവഹാരത്തിനെ കൊണ്ടു നടക്കാനായിട്ട്.
വേറെ ഒരു ഇതും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഉപാധികളിൽ കൂടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും ശരീരത്തിൽ കൂടി നമുക്ക് ചെയ്യാവുന്നതെല്ലാം കർമ്മങ്ങളാണ്. മനസ്സിൽ കൂടി ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ളതെല്ലാം വികാരങ്ങളൊക്കെയാണ്. ബുദ്ധി അറിവിൻ്റെയും ഉറവിടമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണയായിട്ടുള്ള കുറച്ചെങ്കിലും ഒരു അധ്യാത്മതലത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. ഈ 3 ഉപാധികളുണ്ട്. അപ്പൊ മൂന്നിനെയും മെരുക്കി എടുത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ മഹർഷി ശ്രേഷ്ഠന്മാര് ഈ ഈശ്വര സാക്ഷാത്കാരത്തിനും സത്യസാക്ഷാത്കാരത്തിനുമായിട്ട് എങ്ങനെയാണ് ഇതിനെ സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാവുന്നത് എന്നുള്ളതിനായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ ഉള്ളിലിരിക്കുന്ന അറിവ് അത് തന്നെയാണ് ബുദ്ധിയിൽ അറിവായിട്ടും മനസ്സില് വിചാരമായിട്ടും ശരീരത്തിലെ പ്രവൃത്തിയായിട്ടും വരുന്നത് എന്നുള്ള ആ ഒരു തത്വം നമുക്ക് നമ്മുടെ എല്ലാ ധർമ്മഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അറിവ് വേണം, വിചാരങ്ങള്, വികാരങ്ങള്, പിന്നെ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങള്. അപ്പോ അറിവില്ലാത്തൊരു മനുഷ്യന്റെ ഈ 3ലും ഇരുട്ടായിരിക്കും. അപ്പൊ നമ്മള് ഒരു മുറിയിലേക്ക് കടന്നു പോവാണ്, അവിടെ മുഴുവൻ ഇരുട്ടാണ്. സാധന സാമഗ്രികൾ എങ്ങനെയായിരിക്കണേന്നൊന്നും അറിയില്ല. നമ്മുടെ തല എവിടെയെങ്കിലും പോയി മുട്ടും, കാല് വഴുതി വീണെന്ന് വരാം. അപ്പൊ എന്ത് ചെയ്യണം? ഉടനെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വെളിച്ചം എല്ലാത്തിലേക്കും വരും. അറിവ് തലയിൽ വരും. ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മനസ്സ് തരും. പ്രവർത്തിക്കല് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാനുമാകും. അപ്പോ ഈ അറിവിന്റെ ആവശ്യകത അതാണ് നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും പറയുന്നത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ജ്ഞാനത്തിനെ അഗ്നിയായിട്ട്, തെറ്റുകളെ മാലിന്യങ്ങളെ നശിപ്പിക്കുന്ന അഗ്നിയായിട്ട് പറയുന്നു. ഭാരതത്തിൽ മാത്രമാണ് തോന്നുന്നുണ്ട് ഇത്രത്തോളം ആ ജ്ഞാനത്തിന്, ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ ജ്ഞാനത്തിനെ പറ്റി ഇത്രയും പഠിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതാണ് മനുഷ്യൻ ജീവിതത്തിൽ സാധിക്കേണ്ടതും സാക്ഷാത്കരിക്കേണ്ടതും എന്നുള്ളത് ഇത്രയും മനസ്സിലാക്കി തരുന്നതായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ. ഇപ്പൊ നമ്മള് ഫോറിൻ ബുക്സൊക്കെ വായിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഇത് ഒരുപാട് നമുക്ക് അറിയാം. വലിയ വലിയ സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ട് വെസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ. പക്ഷേ ഇത്രയും ആഴത്തിൽ പോയിട്ട് മനുഷ്യ നിനക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടുന്നാണ് തുടങ്ങേണ്ടത്? എവിടുന്ന? കർമ്മങ്ങൾ നന്നാക്കിക്കൊണ്ട് മാത്രമായില്ല, വിചാരങ്ങൾ മാത്രമായില്ല. ആ വിചാരങ്ങളെയും കർമ്മങ്ങളെയും അതിൻ്റെതായിട്ടുള്ള സൂക്ഷ്മമായിരിക്കുന്ന അതിൻ്റെ ആ ഉത്ഭവ സ്ഥാനത്ത് തന്നെ. ഇപ്പോ പമ്പാ നദി പൊള്യൂട്ടഡായിട്ട് ഒഴുകുന്നു എന്ന് നമ്മൾ കാണുകയാണ്. പക്ഷേ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ആ നദിയെ ക്ലീൻ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതേമാതിരി മനുഷ്യന്റെ ആ ജീവിത സരണിയെ, ഈ 3ഉം ചേർന്നതായിട്ടുള്ള ആ സരണിയെ അവര് കണ്ടുപിടിച്ച് അതിനെയാണ് എപ്പോഴും ശ്രദ്ധിച്ചു വന്നിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മഹർഷിമാർ ഒരാൾ തെറ്റ് ചെയ്യണ കണ്ടാലും, ഇപ്പൊ അർജുനന്റെ കഥ തന്നെ എടുക്കാം. അർജുനൻ തെറ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഗാണ്ഡീവം നല്ലോണം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അസ്ത്രശസ്ത്രങ്ങളെ കൂടുതൽ അതല്ല. നിന്റെ മനസ്സിലാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. നിന്റെ അറിവില് ഒരു ചെറിയ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റിനെയാണ് ശുദ്ധീകരിച്ചിട്ട് നീ ആരാണ് എന്നും ഈ പ്രപഞ്ചശക്തിയുടെ ഏതൊരു ഭാഗമാണ് നീ എന്നും ആ പ്രപഞ്ചശക്തിയിൽ നീ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് എന്താണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവസാനം നിമിത്തം മാത്രം ഭവ സവ്യസാചൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭഗവാനും അർജുനന് അറിവാണ് പകർന്നു കൊടുക്കുന്നത്. 13-ാം അധ്യായത്തിലെ അറിവിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇപ്പൊ അറിവിനെ പറ്റിയിട്ട് നല്ല ഒരു എസ്സേ നമുക്ക് കിട്ടുമെന്ന്. പക്ഷേ അറിവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമുക്ക് കിട്ടുന്നത് സ്വഭാവത്തിനെ രൂപീകരിച്ചെടുത്ത് മനസ്സിനെ ശുദ്ധീകരിച്ച് അപ്പോൾ തന്നെ ഹൃദയത്തിൽ നിന്ന് തന്നെ വികസിച്ചു വരുന്നതായിട്ടുള്ള അറിവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ അറിവിൻ്റെ ഒരു മഹത്വത്തെ പറ്റിയിട്ട് അത് വളരെ അധികം, അതാണ് നമ്മൾ, അതുകൊണ്ടാണല്ലോ
സംപൂജ്യ സ്വാമിജി വെറും ഭാഗവത സത്രമല്ലാതെ ഇവിടെ തത്വചിന്തനം വേണം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന എഴുത്തുകളിലെ സ്വാമിജി പറയും, നിങ്ങളുടെ പ്രഭാഷണം തത്വചിന്തനത്തിനെ ഉദ്ദീപിക്കുന്നതായിരിക്കണം. തത്വചിന്തനമാണ് പ്രധാനം. എന്താന്ന് വെച്ചാല് എന്തിനാ നമ്മൾ തത്വം ചിന്തിക്കുന്നത്? നമ്മുടെ മസ്തിഷ്കത്തിലുള്ള സെല്ലുകൾക്കുള്ള ഭക്ഷണം എന്താ? അവർക്കുള്ള ആഹാരം നല്ല നല്ല ചിന്തകളെ കൊടുക്കുക. നല്ല നല്ല ചിന്തകളെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരമെങ്കിലും കണ്ണടച്ചിരുന്നതിനെ പറ്റി ധ്യാനിക്കും. ഓഹോ, അങ്ങനെ ഉണ്ട് അല്ലേ ഒരു സാധ്യത. അപ്പൊ അങ്ങനെ നമ്മള് ജ്ഞാനത്തിനെ പറ്റി ഉൾക്കൊള്ളാൻ ശ്രമിക്കും തോറും ആ സെല്ലുകൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആരോഗ്യം ലഭിക്കുകയാണ്. ആ സെല്ലുകള് കൂടുതൽ കൂടുതൽ ഉത്തേജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിലുള്ള എൻസൈംസും അതിൽ നിന്ന് വരുന്ന കെമിക്കൽസിനും അതിനൊക്കെ മാറ്റം വരും. നല്ല അറിവ് വരികയാണ് എന്നുണ്ടെങ്കിൽ, സൂര്യപ്രകാശം വന്നാൽ ഭൂമിയിൽ വെളിച്ചം പകരുന്ന മാതിരി നല്ല അറിവ് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ ആ അറിവിനെ ആസ്പദമാക്കിയിട്ടുള്ള വിചാര വികാര പ്രവൃത്തികൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു തെളിമയും പ്രകാശവും വരും. അതാണ് നമ്മുടെ മഹർഷിമാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്യണ കണ്ടാൽ നാരദനെ മതി. നാരദനൊക്കെ ആ പ്രാപഞ്ചിക ശക്തിയുടെ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപാധിയാണ് നാരദൻ. എവിടെയാ തെറ്റ് കണ്ടെന്ന് വെച്ചാൽ ഉടനെ പോയി അത് തിരുത്തണം. അല്ല, ശരിയായിട്ടുള്ള മാർഗത്തിൽ കൂടിയാ പോണേന്നുണ്ടെങ്കിൽ അവര് ഒന്നും കൂടി അങ്ങോട്ട് ഉയർത്തി കാണിച്ചു കൊടുക്കണം. കംസന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നീ കുട്ടികളെ കൊല്ലാതെ വിട്ടത് എന്തിനാന്ന്, വേഗം കൊല്ല കുട്ടികളെന്ന്. എന്താന്ന് വെച്ചാല് ആ തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടജീവൻ ഇനിയും വൈകിക്കണ്ട. കുട്ടികളെയൊക്കെ താലോലിച്ച് വസുദേവനും ദേവകിയൊക്കെ കുട്ടികളെയൊക്കെ താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന നിന്റെ ജീവൻ കൂടുതൽ നീണ്ടുപോവുകയാണ്. അത് പറയാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ ഈ ജീവൻ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പണി നീ കുട്ടികളെ അങ്ങോട്ട് കൊന്നു തുടങ്ങിക്കോ, നീ വെച്ച് കളിക്കരുതെന്ന്. അതേമാതിരി എവിടെയൊക്കെയാണ് തെറ്റുകൾ കാണുന്നത്, ആ തെറ്റുകളെ അദ്ദേഹത്തിൻ്റെതായ ഭാവത്തില് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അതേമാതിരി നാരദനാണ് സങ്കടം വരിക. ആരെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യണ കണ്ടാല് നാരദൻ ഉടനെ അവിടേക്ക് ഓടിയെത്തേ. ഇപ്പൊ നമ്മൾ ധ്രുവന്റെ കഥ കേട്ട് കഴിഞ്ഞു. ഇവിടെ ധ്രുവന്റെ കഥയിലും പാവം ധ്രുവൻ നിശ്ചയിച്ചു കഴിഞ്ഞു പോവാൻ. ധ്രുവനെ ഒന്ന് പരീക്ഷിച്ച്, ധ്രുവന് പാവം ദീക്ഷാ മന്ത്രവും ഒന്നുമില്ല. കുട്ടി പോയിട്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് രാമകൃഷ്ണ ഗോവിന്ദ ജയ ജയ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. അവന് നല്ലതായിട്ടുള്ളൊരു മന്ത്രം ഉപദേശിച്ചു കൊടുത്താലാണ് ഈ പറഞ്ഞ എല്ലാ ഉപാധികളെയും ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ആ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ സാധാരണക്കാരായിട്ട് നമ്മള് നാരദ കുസൃതിക്കാരൻ കുനിഷ്ടുകാരൻ എന്നൊക്കെ പറയും. പക്ഷേ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം ഒരു ചെറിയ ഒരു സന്ദേശം നമുക്ക് കിട്ടുന്നത്, ആരെങ്കിലും നമുക്ക് നല്ല ഉപദേശം തരാൻ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് കേൾക്കുക. അച്ഛനായാലും അമ്മാവനായാലും അവരുടെ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ലോക പരിചയം കൊണ്ടോ എന്തെങ്കിലും നല്ല ഒരു ഉപദേശം നമുക്ക് തരികയാണെങ്കിൽ അത് കേൾക്കുക. ശ്രീ നാഥൻജി പറഞ്ഞ മാതിരി ഉടനെ തർക്കിക്കുകയും വ്യാകരണവും തർക്കവും വ്യാകരണവും ഒന്നും വേണ്ട. അവിടെ കേൾക്കുക, കേട്ടിട്ട് ചിന്തിച്ചു നോക്കുക, എന്നിട്ട് അതിനെ സ്വയം പ്രവർത്തിക്കാനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ ആ ചെയ്യണ സമയത്ത് ഒന്നായിരിക്കുന്ന ഈ ജ്ഞാനം അതിനെ മൂന്നായിട്ട് നമുക്ക് കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിലേക്ക്. അതിനുള്ള ജ്ഞാനത്തിനെ 3 രൂപത്തിലാണ് ശ്രുതി നമ്മളെ അനുഷ്ഠിക്കാനായിട്ട് ഉപദേശിക്കുന്നത്. അതിനെ കാണ്ഡത്രയം എന്ന് പറയും. കർമ്മം, ഉപാസന, ജ്ഞാനം, ഇതിനെയാണ് കാണ്ഡത്രയം എന്ന് പറയുക. അപ്പോ അതിനെ തന്നെയാണ് പിന്നീട് കർമ്മയോഗം, ഉപാസന എന്ന് പറയുമ്പോൾ ഭക്തിയോഗമായി ജ്ഞാനയോഗം. ശരീരത്തിൽ കർമ്മയോഗവും മനസ്സിൽ ഭക്തിയോഗവും ബുദ്ധിയിൽ ജ്ഞാനയോഗവും ഒരേ സമയത്ത് വളർത്തിയെടുക്കുന്ന ഒരാൾക്ക് അജ്ഞാനത്തെ ജയിച്ച് ജ്ഞാനസമ്പന്നനായി ഉയരാൻ കഴിയും എന്നാണ് ശ്രുതിയുടെ അഭിപ്രായം. വിവേകാനന്ദ സ്വാമിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളിൽ പറയുന്നുണ്ട്, ബൈ വർക്ക് ഓർ വർഷിപ്പ്, സൈക്കിക് കൺട്രോൾ ഓർ ഫിലോസഫി, ബൈ വൺ ഓർ മോർ ഓർ ഓൾ ഓഫ് ദം ആൻഡ് ബി ഫ്രീ. അപ്പോ ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ആ മോക്ഷത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് ഉയരണമെങ്കിൽ ഇതിനെ പടിപടിയായിട്ട്, ഈയിടെ വിവേകാനന്ദ സ്വാമിയുടെ എഴുതുന്ന സമയത്ത് വിവേക സോപാനം എന്നുള്ള ഒരു ഐഡിയയില് ഞാൻ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പലതിക്കലും എഴുതുകയുണ്ടായി. വിവേക സോപാനത്തിന്റെ ഏറ്റവും ചോട്ടിലത്തെ പടിയായിട്ട് കർമ്മയോഗം,
അത് കഴിഞ്ഞാൽ ഭക്തിയോഗം, രാജയോഗം, ജ്ഞാനയോഗം. ആ പടിപടിയായിട്ട് ഉയരാനുള്ള വഴി നമുക്ക് മഹർഷിമാരെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ അറിവ് വെച്ചിട്ട് നമ്മൾ ഈ സ്കന്ധത്തിലുള്ള കഥകളെ നോക്കുകയാണെങ്കിൽ, വരാഹാവതാരമാകുന്ന ഒന്നാമത്തെ കഥ കൊണ്ട് കർമ്മയോഗത്തെ ഉപദേശിച്ചു. കർമ്മമയമായ യജ്ഞസംസ്കാരമാണ് വരാഹസ്വരൂപമായി തീർന്നതെന്ന് അവിടെ തന്നെ കഥയിൽ തന്നെ പറയുന്നുണ്ട്. കപിലോപദേശത്തിൽ ഭക്തി, യോഗം, സാംഖ്യം ഇവ മൂന്നുമാണ് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. അവ മൂന്നും ഉപാസനയുടെ വകഭേദങ്ങളും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അഭ്യാസങ്ങളുമാണ് എന്നതിന് സംശയമില്ലല്ലോ. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഭംഗിയിൽ ഉപദേശിച്ചു കൊടുക്കുന്നത്. മൂന്നാമതായി ദക്ഷചരിത്രത്തിൽ കൂടി ഭേദബുദ്ധിയെയും കർമ്മഠത്വത്തെയും, കർമ്മം ചെയ്യാൻ വെച്ചാൽ ഭേദബുദ്ധിയും വളരും അതിൻ്റെ ഒപ്പം. അതുകൊണ്ട് ദക്ഷനുണ്ടായതായിട്ടുള്ള വിഷമങ്ങളെ പറ്റിയിട്ട് നമുക്ക് എടുത്ത് കാണിച്ചു തന്നു. അവ ബുദ്ധിയുടെ മാലിന്യങ്ങളാണ്. ഭേദബുദ്ധിയും കർമ്മഠത്വവും അകലുന്നത് തന്നെ ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ടാണ്. നാലാമതായി ധ്രുവചരിത്രത്തിൽ കൂടി വിദ്യാവിദ്യകളുടെയും വിവേകാവിവേകങ്ങളുടെയും സ്വരൂപത്തെ ചിത്രീകരിച്ചു. എങ്ങനെയെന്നാൽ, ജീവനാകുന്ന ഉത്താനപാദ മഹാരാജാവിന് അന്ധക്കരണമാകുന്ന അന്തഃപുരത്തിൽ വിദ്യയും അവിദ്യയുമാകുന്ന 2 ഭാര്യമാര്, സുനീതിയും സുരുചിയും. അവർക്ക് രണ്ടാൾക്കും ഓരോ മക്കളുണ്ട്, വിവേകവും അവിവേകവും. അവർ തന്നെയാണ് ഉത്തമനും ധ്രുവനുമായിട്ട് വിദ്യയെയും വിവേകത്തെയും മാനിക്കുകയും വളർത്തുകയും ചെയ്യുന്നവർ വളർന്നു. അത് പിന്നെ നമുക്ക് ധ്രുവചരിതത്തിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് പുരഞ്ജനോപാഖ്യാനമാണ്. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് പിന്നെ നിങ്ങൾ പ്രവൃത്തി ചെയ്തോളൂ. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ചക്ക മുറിക്കുന്ന സമയത്ത് കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് നിങ്ങൾ ചക്ക നുറുക്കിക്കൊള്ളൂ. അപ്പൊ പിന്നെ ആ മുളഞ്ഞ കയ്യിൽ പെടില്ല. അല്ലെങ്കിൽ കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കർമ്മബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എന്നുവെച്ചാൽ വന്നു കഴിഞ്ഞാൽ അതിൽ പതുക്കെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങള് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വരികയായി. അതില് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം എനിക്ക് കർമ്മഫലങ്ങൾ കിട്ടണം എന്നുള്ള ആഗ്രഹം വരെ. എന്തൊക്കെയായാലും കർമ്മത്തിന്റെ കെട്ടിൽ ആ ചക്കയുടെ മുളഞ്ഞിൽ നമ്മൾ പെടുക തന്നെ ചെയ്യും. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരുന്നാല് അതിൽ നിന്ന് പെടാതെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് ദൈവികങ്ങളായ സൽക്കർമ്മങ്ങളുടെ നിഷ്കാമകർമ്മ രൂപത്തില്, നിഷ്കാമ രൂപേണയുള്ള ആചരണം കൊണ്ട് കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോ ഈ ഭാഗവതത്തിന്റെ ഇതൊക്കെ വന്നതിന് ശേഷം ആണ് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കർമ്മയോഗവും കർമ്മണ്യേവാധികാരസ്ഥെ ആ നിഷ്കാമകർമ്മയോഗത്തിന്റെ ഇതൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ കേൾക്കുന്നതും പിന്നീടാണ് അതിനെ എല്ലാത്തിനെയും അതിന്റെ രത്ന ചുരുക്കത്തിനെ എടുത്തിട്ട് വിവേകാനന്ദ സ്വാമി പ്രാക്ടിക്കൽ വേദാന്ത, പ്രായോഗിക വേദാന്തം എന്നുള്ള രൂപത്തില് നമുക്ക് എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഈ മൂന്നിനെയും എങ്ങനെ നമുക്ക് ഒന്നിച്ച് സമഗ്രമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും? ബൈ കൺട്രോളിംഗ് നേച്ചർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പ്രകൃതിയെ നിയന്ത്രിച്ചിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ദൈവീകതയെ ബഹിരാവിഷ്കരിക്കാൻ സാധിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പ്രായോഗിക വേദാന്തമെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൊ ഇവിടെ ആ പ്രായോഗികതയെ ഈ കഥയിൽ കൂടി പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോ ഈ മക്കളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ച് ബുദ്ധി തെളിയാൻ തുടങ്ങിയത്. ഇവരും ഇപ്പൊ എന്റെ മാതിരി തന്നെ അവരും കുട്ടികളും കുടുംബക്കാരും ഒക്കെ ആയി കഴിഞ്ഞാല് അവരും കർമ്മം ചെയ്തു തുടങ്ങും, അവർക്കും ഗതിയില്ലാതെ ആയി പോകും. അവരെങ്കിലും നല്ല വഴിക്ക് പോകട്ടെ എന്ന് കരുതി മക്കളെ 10 ആളുകളെയും വിളിച്ച് തപസ്സിന് അയക്കുകയാണ്. പിതൃശാസനത്തെ ഉല്ലംഘിക്കാൻ പാടില്ലാത്ത ആജ്ഞയായി കരുതിയ വിനയശാലികളായ അവർക്ക് ഒരു പൊയ്കയുടെ അടുത്ത് വെച്ച് ഭഗവാൻ ശ്രീ ദക്ഷിണാമൂർത്തിയുടെ ഉപദേശം കിട്ടണു. അവരെ നദിയിൽ കിടന്ന് പൊയ്കയിൽ കിടന്നിട്ട് തപസ് ചെയ്യണു എന്നുള്ളതാണ് അവിടുത്തെ അവസാനത്തെ ഭാഗത്തെ കഥ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞപ്പോൾ ഈ വർത്തമാനം നാരദ മഹർഷിക്ക് കിട്ടി. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ചിലപ്പോൾ ഇന്റർനെറ്റിൽ കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്. ഇവിടുത്തെ കുട്ടികള്, രാജാവിന്റെ കുട്ടികള് തപസ്സിന് പോയിരിക്കുകയാണെന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന് തന്നെയാണല്ലോ ജോലി, എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കല്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും ഇന്റർനെറ്റിൽ കൂടെ ഈ ന്യൂസ്. രാജാവിന് ഇപ്പൊ പോയി കണ്ടുപിടിച്ചാൽ നല്ല സമയമാണ്
ജ്ഞാനോപദേശത്തിന് പറ്റിയ സന്ദർഭമായേക്കാമെന്ന് കരുതി ശ്രീനാരദ മഹർഷി വീണ്ടും അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തില് ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ ഇത്തവണ കണ്ടപ്പോ തന്നെ രാജാവിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അയ്യോ, നാരദ മഹർഷി വന്നു, വരൂ, ഇരിക്കൂ, അർഘ്യ പാദ്യ പൂജ ഒക്കെ വേണ്ട മാതിരിയൊക്കെ ചെയ്ത് സന്തോഷിച്ചു. അപ്പൊ നാരദൻ വിചാരിച്ചു, ഹായ്, ഇത്തവണ രാജാവിന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നല്ലതൊക്കെ പറഞ്ഞു കൊടുത്താൽ വേണമെങ്കിൽ കേൾക്കുമായിരിക്കും അല്ലേ വിചാരിച്ചിട്ട് ചോദിച്ചു, എന്താ രാജാവേ, അങ്ങേക്ക് സുഖം തന്നെയല്ലേ? എന്ത് സുഖം നാരദ മഹർഷി എന്ന് പറഞ്ഞിട്ടാണ് രാജാവ് തുടങ്ങുന്നത്. ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ വല്ല സുഖമുണ്ടോ മഹർഷേ? ഒരു സുഖമില്ല. ഞാൻ എത്ര യാഗങ്ങളും എന്തെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞതാണ് നോക്കൂ, എന്നിട്ടും മനസ്സിന് ഒരു ശാന്തിയില്ല. നമ്മളുടെ ഒക്കെ കഥയാണത്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടുകാരെ നോക്കി, മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു, മരുമക്കളെ പഠിപ്പിച്ചുണ്ടാക്കി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിനൊരു നന്ദി വേണ്ടേ? ഒരു സുഖമില്ല, ഒരു ശാന്തിയില്ല എന്ന് നമ്മളൊക്കെ പറയുന്ന മാതിരി ഗൃഹസ്ഥ ഗാർഹസ്ഥ്യത്തില് മുങ്ങിക്കിടക്കുന്നതായ മനുഷ്യര് പറയുന്ന മാതിരി മഹാരാജാവ് എന്നെ പറയാ, എന്ത് മഹർഷേ, എന്ത് സുഖം, ഈ ലോകത്തിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. വളരെ കാലമായി ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു തുടങ്ങിയിട്ട് ഈ സുഖം കർമ്മത്തിൽ കൂടി സുഖം കിട്ടുന്നുണ്ട്. എന്തുമാത്രം കർമ്മങ്ങൾ ഞാൻ ഉണ്ടാക്കി, എന്നിട്ട് യാതൊരു സുഖവും ഇല്ല മഹർഷി എന്ന് പറയും. അപ്പൊ മഹർഷി വേഗം ചോദിക്കാണ്, എന്ത് ഇത്രയും വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങേക്ക് സുഖം ഉണ്ടായില്ലേ? സംശയമില്ല, ഒരു സുഖവും ഇല്ല. എന്നിട്ടപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ചെയ്തു തീർത്താലും ദുഃഖമാത്ര സ്വരൂപങ്ങളാണ് എന്നാണ് അറിവുള്ളവർ പറയുന്നത് മഹാരാജാവേ. അതുകൊണ്ടാണ് അങ്ങേക്ക് സുഖം ഇല്ലാത്തത്. കർമ്മങ്ങളിൽ കൂടി സുഖം ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, ശാന്തിയും സമാധാനവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കരുത്. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കർമ്മം കൊണ്ട് ഒരാള് തൃപ്തനാവാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി മഹർഷി. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് ജ്ഞാനോപദേശം ചെയ്താലും എനിക്ക് സത്യം എന്താണെന്ന് ഉപദേശിച്ചു തരൂ എന്ന് വളരെ വിനീതനായിട്ട്. എങ്ങനെയാണോ കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢ ചേത ശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് അർജുനൻ ഭഗവാനോട് കുറേ പറയില്ലേ? ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിന്റെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ പക്ഷെ കർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള തന്റെ ബന്ധങ്ങള്, ആ ബന്ധങ്ങളിൽ കൂടി വിടർന്നു നിൽക്കുന്നതായ എന്റെ ബന്ധുക്കളുടെ ഇടയിലേക്ക് ഞാൻ അമ്പും വില്ലും കൊണ്ട് ചെന്ന് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള നാശങ്ങളിൽ കൊണ്ട് എനിക്കുണ്ടാവുന്ന ദുഃഖവും അവർക്കുണ്ടാവുന്ന ദുഃഖവും അതുകൊണ്ടൊന്നും ഫലം കിട്ടില്ല എന്നുള്ള ഇത് തന്നെയാണ് വേറെ രൂപത്തിൽ നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ കാണുന്നത്. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ നാരദൻ വിചാരിച്ചു, ഇപ്പൊ നല്ല സമയമാണ് എന്നാ പറഞ്ഞു കൊടുക്കുക. ഏതായാലും ഒരു ആത്മസമർപ്പണം മാതിരി ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടാണ് കർമ്മത്തിന് നിങ്ങൾക്ക് സുഖം തരാൻ കഴിയാത്തത്? കർമ്മങ്ങൾ കാരണം എല്ലാ കരണങ്ങളും എപ്പോഴും അസത്യത്തിലാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം അറിയാത്ത ഒരാളുടെ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു മുറിയില്, ഇരുട്ടുള്ള മുറിയിൽ ചെന്നാല് അവിടെ മുഴുവൻ ഇരുട്ടാണ്. അവിടെ നമ്മുടെ അറിവുമില്ല, നമുക്ക് തെറ്റ് ശരി കണ്ടുപിടിക്കാനും സാധിക്കില്ല, കയ്യും കാലും എവിടെയെങ്കിലും ചെന്ന് മുട്ടുകയും ചെയ്യും. അതേമാതിരി എല്ലാ കരണങ്ങളും അസത്യത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എവിടുന്നാണ് സുഖം കിട്ടാൻ പോകുന്നത്? അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുള്ള, ഗ്രഹിക്കാനുള്ള ശ്രദ്ധയും ഒന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്കൊരു മനസ്സ് വന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. കഥ എന്ന് കേട്ടപ്പോൾ അപ്പോ നമ്മുടെ വിചാരം, എന്നെ പറ്റിയിട്ടല്ല വേറെ ആളെ പറ്റിയിട്ടല്ലേ പറയണേ, അപ്പൊ നമുക്ക് കേൾക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് പരദൂഷണം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ മഹർഷി പറയാൻ പോകുന്ന എന്റെ കഥയല്ല, വേറെ ആളുടെ കഥയാ. അപ്പൊ ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ട് രാജാവ് തയ്യാറായി. എന്നിട്ട് പരോക്ഷ രൂപേണ ജീവന്റെ സംസാരഗതി എന്തെന്ന് ഒരു കഥ കൊണ്ട് ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് അതിന് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് 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 പുരഞ്ജനൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. കഥയാണ് ഇവിടെ ഞങ്ങളുടെ മുഴുവനും കഥയാണ്, കഥാരൂപത്തില്. അപ്പൊ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കഥാഭാഗം, ഒന്ന് അതിലടങ്ങിയിരിക്കുന്നതായിട്ടുള്ള നിഗൂഢ തത്വങ്ങൾ. അപ്പോ
ഈ കഥയിലേക്ക് കടന്നപ്പോൾ പുരഞ്ജനൻ എന്നൊരു രാജാവുണ്ട്. അപ്പൊ രാജാവിന്റെ തന്നെ കഥയാണ്. കേക്കട്ടെ, എന്നിട്ട് എന്താണ്ട് ഈ രാജാവിന്? ആ രാജാവ് ഇങ്ങനെ നല്ലൊരു സ്ഥലം താമസിക്കാനായിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ചുറ്റി ചുറ്റി നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കുറച്ച് നല്ല സ്ഥലം കണ്ടു. തിരക്കടില്ല, ഇവിടെ രാജധാനി പണിത് ഞാൻ ഇവിടെ താമസിക്കാം എന്ന് വിചാരിച്ച് രാജാവ് ഇങ്ങനെ നോക്കുമ്പോണ്ട് അവിടെ റെഡിമെയ്ഡായിട്ട് നിൽക്കണു ഒരു രാജധാനി. എന്തൊരു നല്ല രാജധാനിയാണ്, ഇത്ര നല്ലൊരു കൊട്ടാരം. ഇതാരുടെയാണോ? ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഈ കൊട്ടാരം എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എന്താ, വീടുണ്ടായി താമസിക്കാനും നിശ്ചയിച്ചാ പിന്നെ വേണ്ടത് വേറൊരു കാര്യമുണ്ടല്ലോ. അപ്പോഴത്തേക്കുണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിസുന്ദരിയായിട്ടൊരു കന്യക ഇറങ്ങി വരുന്നു. അപ്പൊ എന്തായി, തേടിയ വള്ളി കാലിൽ പെട്ടു എന്നുള്ള മാതിരി രാജാവിന് സന്തോഷമായി. വെറുതെ ഒരു കൊട്ടാരത്തിൽ പോയി താമസിക്കാൻ എന്താ സുഖം, അവിടെ സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ എന്നെ കാത്തു സൂക്ഷിക്കാനും രക്ഷിക്കാനും പരിരക്ഷിക്കാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും സുഖമായിട്ട് എന്താ ഉള്ളേ എന്ന് വിചാരിച്ചിട്ട് വേഗം അവളുടെ അടുത്ത് പോയി ചോദിക്കും, ആരാണ് ഭവതി? അവൾക്കും അറിയില്ല അവള് ആരാണെന്നോ, അവൾക്ക് അച്ഛനാരെന്നോ അമ്മയാരെന്നോ കുലമെന്നോ ജാതി എന്നോ ഒന്നും അവൾക്കും അറിയില്ല. പക്ഷെ അവള് അങ്ങമാതിരി ഒരാളെ തേടിയിട്ടാണ് ഞാനും നടക്കുന്നത്. അങ്ങ് നല്ലൊരു ഭാര്യയെ തേടി നടക്കുന്ന മാതിരി ഞാനും എനിക്ക് നല്ലതായിട്ടുള്ളൊരു ഭർത്താവിനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. ഈ കോട്ടയാണ്, ഈ കോട്ടയും കൊട്ടാരമൊക്കെയാണ് എൻ്റെ താമസ സ്ഥലം. അതുകൊണ്ട് അങ്ങക്ക് ഇനി യാതൊരു തരത്തിലുള്ള ആകാംക്ഷയും വേണ്ട, നമുക്കിവിടെ സുഖമായിട്ട് താമസിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെയും കൂട്ടി കോട്ടയിലേക്ക് പോവുകയാണ്. ഇപ്പൊ ആ കോട്ടയുടെ സ്ഥിതി എന്താണ്? കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നപ്പോ വളരെ വളരെ സുഖമായിട്ടുള്ള സ്ഥലം. അവിടെ ഒരു 5 തലയുള്ള ഒരു സർപ്പം ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്, ഇവളുടെ കാവൽക്കാരനായിട്ട്. അപ്പൊ ഇവള് പറയണത്, എന്നെ കാത്തു സൂക്ഷിക്കുന്ന ഈ സർപ്പമുണ്ടല്ലോ, അത് ആരെയും വേണ്ടാതെ ഒന്നും അകത്തേക്കൊന്നും കടത്തില്ല. അകത്തേക്ക് ആരെങ്കിലും കടന്നാൽ അത് ചീറ്റാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ദേഷ്യം വരും. മൂക്കിയക്കൂടെ ദുർഗന്ധം എന്തെങ്കിലും വന്നാൽ നമുക്ക് മൂക്ക് പുത്താൻ തോന്നും. ഈ 5 തല സർപ്പം ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് എന്നെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ കാവൽക്കാരൻ മാതിരിയാണ്. ആ 5 തലയുള്ള സർപ്പമാണ് എല്ലാ ശത്രുബാധയിൽ നിന്നും എന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ദാസികളുണ്ട്, ദാസന്മാരുണ്ട്, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പൊ പുരഞ്ജന രാജാവിന് സുഖമായി ഇനി ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. ഇനിയിപ്പോ ഹോം നേഴ്സ് വേണമെന്നോ അല്ലെങ്കിൽ മറ്റേ ഏജൻസിയിലേക്ക് അയച്ച് സെർവൻസിനെ ഒന്നും വേണ്ട, എല്ലാം അവിടെ റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. ചെല്ലുക, താമസിക്കുക, ഭാര്യയോടൊപ്പം സുഖമായിട്ട് താമസിക്കുക, അത്രേ ആവശ്യമുള്ളൂ. വളരെ സന്തോഷമായി ഈ രാജാവിന്. അങ്ങനെ രാജാവ് അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് പോകാനായിട്ട് 9 വാതിലുകളുണ്ട്. ആ ഓരോ വാതിലുകളിൽ കൂടി പോയാൽ ഓരോ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളില് ചുറ്റുപാടുകളില് പോയിട്ട് എത്തും. ആ 9 നവദ്വാരേ പുരേ ദേഹി, ഓരോന്നിൽ കൂടിയും നമുക്ക് പോയി എവിടെയാന്ന് വെച്ചാൽ പോയി. ഇപ്പൊ കണ്ണിന്റെ ഒരു സിനിമ കാണാനാണ് ഇഷ്ടം എന്ന് വെച്ചാല് ഈ കണ്ണാകുന്ന ആ കോട്ടയിൽ നിന്ന് പുറത്തേക്ക്, കോട്ടവാതിലിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് പോയിട്ട് സിനിമ കാണാം. സിനിമ കണ്ടാൽ അങ്ങോട്ട് തിരിച്ചു വരാം. അല്ല, പാട്ട് കച്ചേരി ഇഷ്ടം, ശരി, പാട്ട് കച്ചേരിക്ക് പോയി. നല്ലൊരു സദ്യ ആസ്വദിക്കാനാ ഇഷ്ടം, വായിൽ കൂടി അങ്ങോട്ട് പോയി. ഇങ്ങനെ ഈ 9 ദ്വാരങ്ങളിൽ കൂടിയും ഈ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഈ മഹാരാജാവ്, അപ്പൊ ഈ പുരഞ്ജനൻ എന്നുള്ള പേരും വളരെ ഇതാണ്. പുരം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, പുരഞ്ജൻ മാറി 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 സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായിരിക്കും നമ്മുടെ ജീവനല്ലേ അല്ലേ? വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി. അപ്പൊ മാറി 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 വീട് നോക്കിക്കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ ജീവനാണ് പുരഞ്ജനൻ എന്നുള്ള രാജാവ്. അപ്പോ ആ രാജാവ് അങ്ങനെ സുഖിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സുഖിച്ചിരിക്കുന്നതിൻ്റെ ഇടയില് ആ രാജാവ് ചില നമ്മളൊക്കെ കാണുന്നതായിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അവരെ മാതിരി തനിയൊരു പെൺകോന്തനായിട്ട് അങ്ങോട്ട് മാറുക, രാജ്ഞിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക. രാജ്ഞി പറയുന്നേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് ഭാഗവതം എന്താ പറയണേന്നറിയോ? നമ്മുടെ അക്കിത്തത്തിന്റെ
ഭാഗവതത്തിൽ നിന്ന് ഞാൻ ആ വരികള് നല്ല പച്ച മലയാളത്തിലുള്ള ആ വരികള് കുറച്ച് എഴുതിയുണ്ടാക്കിയതാണ്. എന്താണ് ഈ ഭാര്യയുടെ പിന്നാലെ അവളുടെ മുന്തലയും പിടിച്ചു നടക്കുന്നതായിട്ടുള്ള ആ പുരഞ്ജന രാജാവിന്റെ സ്ഥിതി? കുടിച്ചു മത്തനായി ഭാര്യ കുടിക്കുമ്പോൾ പുരഞ്ജനൻ, അവൾ ഉണ്ടാലുണ്ണാം അവൾ തിന്നാൽ തിന്നും പുരഞ്ജനൻ. അവൾ പാടിയിടുകിൽ പാടും, കരഞ്ഞാൽ കരയും നൃപൻ, ചിരിച്ചാൽ ചിരി, ജൽപ്പിച്ചാൽ ജൽപ്പന തൂകിടും നൃപൻ. അവൾ ഓടുകിലോടുന്നു, നിന്നാൽ നിൽക്കുന്നു ഭൂപതി, ഇരിക്കുകയിലിരിക്കുന്നു, കിടക്കുന്നു കിടക്കുകിൽ. അവൾ കേൾപ്പത് കേൾക്കുന്നു, കാണുന്നതവൾ കാൺമവ, മണക്കുന്നത് മണക്കുന്നു, തൊടുന്നതവൾ തൊടുന്നു. അവൾ ഇത്തിരി ദുഃഖിച്ചാൽ അത്രയും ദുഃഖിതൻ നൃപൻ, അവളോടൊത്തു തോഷിപ്പിൻ അനുമോദിപ്പു ഭൂപതി. അനുകർത്താവജ്ഞനേവം സർവപ്രകൃതി വഞ്ചിതൻ, സ്വത്വം നഷ്ടപ്പെട്ടവനായി ഭാര്യ താൻ കളിമൊച്ചയായി. അങ്ങനെയാണ് നമ്മള് അല്ലേ പെൺകോന്തൻ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഭർത്താക്കന്മാര് അങ്ങനെയാണ്. ഒരിക്കല് ഒരു ആളെ പരിശോധിക്കാൻ നിശ്ചയിച്ചു. ഭാര്യ പറഞ്ഞതല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്നവർ വല്ലവരും ഉണ്ടോന്ന്. അപ്പൊ കുറേ രാജാവ് എല്ലാ ഭർത്താക്കന്മാരെയും ഒക്കെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഭാര്യ പറയണത് കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ മുമ്പിലേക്ക് വരിക, ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കും, നോക്കട്ടെ ഞാൻ. എല്ലാവരും മുമ്പിലേക്ക് വന്നു, ഒരാള് മാത്രം അവിടെ പിന്നിൽ നിന്നു. അപ്പൊ വേഗം രാജാവ് ചോദിച്ചുടോ, താൻ ഭാര്യ പറയുന്നത് കേൾക്കാറില്ലേ? അല്ല, എന്നോട് ഭാര്യ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ ഞാൻ മുമ്പിലേക്ക് പോരുത്, പിന്നിൽ എന്നെ നിൽക്കണമെന്ന്. അപ്പോ അതേമാതിരിയുള്ള ഒരു പെൺകോന്തനായിട്ട് തീരുക. അതിന്റെ അർത്ഥം നമ്മള് ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു തുടങ്ങിയാല് പിന്നെ ഒരു ഗതിയില്ല. അപ്പൊ ഈ പുരഞ്ജനി എന്നുള്ള ഭാര്യ എല്ലാ പ്രലോഭനങ്ങളും കൂടിയിട്ടുള്ള നമ്മുടെ മനസ്സാണ്. അപ്പോ അവള് പറയുന്നതേ നമ്മൾ കേൾക്കുള്ളൂ, അവള് എന്താ പറയണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടേ നടക്കുള്ളൂ. അങ്ങനെ അവളുടെ ഒരു ദാസനായിട്ട് അയാള് തീരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജാവിന് തോന്നി, അത് ശരിയാവില്ല, ഞാനൊന്ന് നായാട്ടിന് പോയി നോക്കട്ടെ, ഇതിന്റെ ഈ 9 വാതിലുകളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് നായാടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നായാട്ടിനായിട്ട് പോയി. അങ്ങനെ പോയി കൂടെ വേണ്ട മാതിരി ഇഷ്ടംമാതിരി ആൾക്കാരൊക്കെ ഉണ്ട് കൂടെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അവരൊക്കെ കൊണ്ടുപോയിട്ട് നായാടി ചില മൃഗങ്ങളെയൊക്കെ കൊന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോണ്ട് പുരഞ്ജിനെ കാണാനില്ല. നമ്മുടെ ദശരഥ മഹാരാജാവിനെ പറ്റിയ പണി ഇവിടെയും. അവളെവിടെയാ? സഖിമാരെ, നിങ്ങളുടെ അമ്മ എവിടെ പോയി? അമ്മ ദേ അവിടെ കിടക്കുകയാണ്. വേഗം പോയി അടുത്തിരുന്നു, താലോലിച്ചു. എന്തു പറ്റി? അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. ദശരഥൻ കൈകേയിയെ ശുശ്രൂഷിക്കുന്നതും കോപം മാറ്റുന്നതും ഒക്കെ അതേമാതിരി ശുശ്രൂഷിച്ച് അവളുടെ ഇതൊക്കെ മാറ്റി. അങ്ങനെ ആ ദുഃഖത്തിൽ നിന്നൊക്കെ അവളെ മാറ്റി കഴിഞ്ഞിട്ട് വീണ്ടും സുഖമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നാള് കഴിഞ്ഞപ്പോണ്ടാ അവർക്ക് ഇഷ്ടംമാതിരി മക്കളുണ്ടായി, മക്കളുടെ മക്കളായി. അങ്ങനെയൊക്കെ സാധാരണയായിട്ടുള്ള സംസാര വൃക്ഷം പടർന്ന് പന്തലിച്ചിങ്ങനെ വന്നു. അപ്പണ്ട് അവിടെ ഒരു ശത്രുവിന്റെ ഒരു അറ്റാക്ക് വരുന്നു. ചണ്ഡവേഗൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു ശത്രു. ആരാണ് ആ ചണ്ഡവേഗൻ? ചണ്ഡവേഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒരു ഗന്ധർവ രാജാവിന്റെ പക്ഷത്ത് നിന്ന് പുരഞ്ജനനെ ആക്രമിക്കാൻ വന്നെത്തി. പോരെങ്കില് അയാൾക്ക് കൂട്ടായിട്ട് കാലപുത്രിയായ ഒരു കന്യകയും അവരോട് ചേർന്ന് രാജാവിനെ. ഇപ്പൊ രാജാവ് ഇനി പുറമേന്ന് ആരെങ്കിലും വരുന്നോ കോട്ടയെന്ന് രക്ഷപ്പെടേണ്ടി അതൊന്നും ആലോചിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് അവിടെ വരുന്നത്, ഈ ചണ്ഡവേഗനും കാലപുത്രിയും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുള്ള മോഹത്തില് പ്രാണഭയത്തോടെ എങ്ങനെയോ ആ കോട്ടയിൽ നിന്ന് ഒരു ദ്വാരത്തിൽ കൂടി പുറത്തു ചാടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ആ പുരഞ്ജനന്റെ കഥയുടെ ഒരു ഭാഗം. അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞില്ല. അവിടുന്ന് പിന്നെയും ഓടി വേറൊരു രാജ്യത്ത് ചെന്നു, വിദർഭ രാജ്യത്ത് ചെന്നു. അപ്പണ്ട് അവിടെ അതിസുന്ദരിയായിട്ടുള്ള വേറൊരു സ്ത്രീ നിൽക്കണു. അപ്പൊ അവളെയും കല്യാണം കഴിച്ച് അവിടെയും ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി. ഇങ്ങനെ ആ ജീവൻ
ഓരോരോ ദിക്കിലും ഇങ്ങനെ പോയി 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 ദുഃഖങ്ങൾ അനുഭവിക്കും. സുഖങ്ങളാണ് വിചാരിക്കും. ആ സുഖങ്ങളെ ദുഃഖമായിട്ടുള്ളതാണ്, ദുഃഖത്തിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണ് സുഖം. ആ സുഖത്തിനെ അനുഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ദുഃഖം വരും. അങ്ങനെ ആ കഷ്ടപ്പെട്ട് 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 അവസാനം ആ വിദർഭ രാജ്യത്തെ രാജ്ഞിയുമായിട്ടുള്ള സംസർഗത്തിൽ വെച്ച് അവിടെയും ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ച് ആ പോർക്കളത്തിൽ ശത്രുക്കളുടെ കൈകൊണ്ട് മരിക്കാനും ഇടയായി. വ്യസനാക്രാന്തയായ മഹാരാജ്ഞി രാജാവിന്റെ ശവശരീരം എടുപ്പിച്ച് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ചിതയിൽ വെച്ച് വ്യസന പരവശയായി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വരുന്നു. ഈ രാജ്ഞിയുടെ കരച്ചിൽ കേട്ടിട്ട് ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നിട്ട് പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ കരയണേന്ന് പറയുമ്പോൾ പറയണത് എൻ്റെ ഭർത്താവാണ്, ദേ മരിച്ചു കിടക്കുന്നു, അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആ വൃദ്ധൻ പറയാണ്, നിനക്ക് ഭർത്താവും ഉണ്ടായിട്ടില്ല, പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവും ഇല്ല, പുരഞ്ജനി എന്ന് പറഞ്ഞിട്ടൊരു രാജാജ്ഞി ഇല്ല, നീയും ഇല്ല. അതങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ സ്വപ്ന വിഭ്രാന്തിയൊക്കെ പോയി സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവൻ ഉണരുകയാണ്. ഗുരുവാണ് വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്, നീ രാജപുത്രിയോ, ഇദ്ദേഹം നിന്റെ ഭർത്താവോ അല്ല, ഇദ്ദേഹം മരിച്ചിട്ടും ഇല്ല. ഞങ്ങൾ രണ്ടാളും സ്വർഗത്തിൽ മാനസ സരസിൽ രമിച്ചുകൊണ്ടിരുന്ന 2 ഹംസങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇവൻ എന്നെ വിട്ടിട്ട് അധോലോകത്തിലേക്ക് വന്നു. നമ്മൾ 2 പക്ഷികളുടെ കഥ പറഞ്ഞല്ലോ. ഇവൻ അധോലോകത്തിലേക്ക് വന്നു. അന്നു മുതൽക്ക് അവൻ എന്നെ മറന്നു. അവന്റെ സ്വയം സ്വരൂപം എന്താണെന്നോ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നെല്ലാമുള്ള ആ പരമാത്മ തത്വത്തെ എല്ലാം മറന്ന് അവൻ ഇവിടെ ഇതൊക്കെ ഈ മായാപ്രകടനത്തിൽപ്പെട്ട് ഇതായിപ്പോയി. അങ്ങനെ ആ ബ്രാഹ്മണൻ പറഞ്ഞ് ബ്രാഹ്മണനും പോയി, അവിടുന്ന് എല്ലാം പോയി. അപ്പോഴാണ് ഈ കഥ എന്നിട്ട് പറയാണ് എന്താണ് കഥയുടെ അർത്ഥം. അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഈ സാധാരണ നേരത്തെ ഞാൻ 2 ഇത് ഉപമകളെ പറ്റി പറഞ്ഞ മാതിരി എന്തൊരു മനോഹരമായിട്ടാണ് നമ്മുടെ ഋഷിമാര് അവരുടെ ആശയത്തിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം വിവരണങ്ങളും ഇൻഡെപ്ത് സ്റ്റഡീസ് എന്ന് പറയുന്ന മാതിരി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ മനോഹരമായിട്ട് ആ ശ്ലോകത്തിനെ പറ്റി വരുന്നുണ്ട്. ഈ കഥയിൽ 2 അംശമാണുള്ളത്. അതിൽ ഒന്ന് പുരഞ്ജനൻ എന്ന രാജാവിന്റെ കഥാസ്വരൂപം, മറ്റൊന്ന് ആത്മസ്വരൂപം. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുരം ശരീരം, അതിനെ ജനിപ്പിക്കുന്നവൻ പുരഞ്ജനൻ. ജീവാത്മാവ് ദേഹാത്മബുദ്ധി നിമിത്തം ഫലകാംക്ഷയോടെ ചെയ്യുന്ന പുണ്യപാപരൂപ കർമ്മങ്ങൾ നിമിത്തം പിന്നെയും പിന്നെയും ജീവൻ എടുക്കുന്നു. അതാണ് പിന്നെയും പിന്നെയും താമസിക്കാൻ സ്ഥലം തേടി തേടി നടക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത്. അത് വീണ്ടും വീണ്ടും സ്വന്തം ഇത് എടുക്കാനായിട്ട് നോക്കുകയാണ്. ആ ജീവാത്മാവിന് പുരഞ്ജനൻ എന്നുള്ള പേര് അത് കാരണം കൊടുത്തു. ജീവന്റെ സഖാവ് ജീവനെ കർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്നു. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. അന്തര്യാമിയായ ഈശ്വരൻ ശാസ്ത്രജ്ഞാനത്താൽ ബുദ്ധിക്ക് സംസ്കാരം സിദ്ധിക്കാത്തവർ അന്തര്യാമിയായ ഈശ്വരനെയും ഈശ്വര വ്യാപാരത്തെയും അറിയാത്തതുകൊണ്ട് ജീവസഖനായ ഈശ്വരന്റെ പേരും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ എന്നും സൂചിപ്പിച്ചു. ദേഹേന്ദ്രിയ അന്ധകരണങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം ജീവനിൽ പ്രവേശിക്കുന്നത് കൊണ്ട് മന്ത്രികളും സൈന്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന യുദ്ധാദികളുടെ ജയാപജയ രൂപ ഫലം നിമിത്തം രാജാവെന്ന ജീവൻ സുപ്രസിദ്ധനായി കീർത്തിമാനായി. അതൊക്കെ വളരെയധികം വിസ്തരിച്ച് നമുക്ക് പുരഞ്ജനോപാഖ്യാനത്തിൽ കാണാം. അപ്പോൾ ശരീര അവയവങ്ങളാണ് ഈ കോട്ടയുടെ പ്രാകാരാദികൾ. അഹങ്കാരാദി ഭാവങ്ങൾ ജീവനെ മറയ്ക്കുന്നതാകയാൽ മതിലുകളാണ്. അനുഭവയോഗ്യങ്ങളായ ശബ്ദാദി വിഷയ സമൂഹങ്ങൾ, അവിടെയുള്ള ആ കോട്ടയ്ക്കകത്തുള്ള മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ, അതിൻ്റെയൊക്കെ വർണ്ണന, വളരെ മനോഹരമായിട്ടുള്ള വർണ്ണനകള് നമുക്ക് ഭാഗവതത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടെയുള്ള പൂന്തോട്ടങ്ങൾ, പിന്നെ ഉയർന്ന സ്ഥാനമായിട്ടുള്ള ഒരു ആർച്ച് മാതിരി, അവിടെ നല്ലൊരു ആർച്ചൊക്കെ ഉണ്ട്. നിഷേധിക്കപ്പെട്ട വിഷയങ്ങൾ തന്നെ സഞ്ചാരത്തെ നിരോധിക്കുന്ന കിടങ്ങ് മുതലായിട്ടുള്ള ദുർഗങ്ങൾ,
വെളുത്തും തുടുത്തും കറുത്തും ഇരിക്കുന്ന ധാതുക്കളടങ്ങിയ ശരീരാവയവങ്ങൾ തന്നെ കൊടുമുടികൾ അവിടുത്തെ. ഇന്ദ്രിയദ്വാരങ്ങൾ വായു സഞ്ചാരോചിതങ്ങളായ ജനലുകള്, നിരനിരയായി കാണപ്പെടുന്ന രോമരാജി, ദന്തനിര എന്നിവ തോരണങ്ങൾ, മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം മനാഹതം വിശുദ്ധിയാജ്ഞ എന്നുള്ളവ ജീവസ്ഥാനങ്ങള്, നാലുപാടമുള്ള ചുറ്റുഭവനങ്ങള്. ഇങ്ങനെ ശരീരഭാഗങ്ങളെ ഉറപ്പിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് കർമ്മത്തിൽ മാത്രം നിന്നുകൊണ്ടിരുന്നാല് അവന് രക്ഷയില്ല. എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. പുരങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ. ശരീരങ്ങളെ വീണ്ടും വീണ്ടും, എന്തുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ശരീരം എടുക്കേണ്ടി വരുന്നത്? കർമ്മങ്ങളെ കൊണ്ട്. പുനരഭിജനനം പുനരഭിമരണം. അപ്പൊ കർമ്മ പരമ്പരകളെ കൊണ്ട് നാനാകാലദേശങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്നു. നമ്മൾ തന്നെ നമുക്ക് തന്നെ ഇന്ന് കർമ്മം ചെയ്ത് എന്തോ ഉപനിഷത്തുക്കളിലൊക്കെ അട്ടയുടെ കഥ പറയും. അട്ട വെച്ച് പിന്നെ അവിടേക്ക് പോണു, പിന്നെയും പോണു എന്നുള്ളൊരു ഇത് പറയും, പുല്ലട്ട. അതേമാതിരി ആ ജീവൻ നമ്മള് ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അത് എങ്ങനെ ഞാനെന്ന അഹംബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഇതെല്ലാം നമ്മളോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുക. കാരണം നമുക്കതിൽ നിന്ന് വിട്ടുവരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ സംസ്കാരങ്ങളെയും ഈ വാസനകളെയും എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ജീവന്റെ നാനാമുഖങ്ങളായ ഇച്ഛകളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും വിചിത്രങ്ങളും വിഭിന്നങ്ങളുമായ ശരീരങ്ങൾ പല കാലദേശങ്ങളിൽ ഉണ്ടാകും. എന്നാൽ നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ട് കേട്ടോ. ജീവൻ ഏറ്റവും ഇഷ്ടനായൊരു ബന്ധുവാണ് ഈശ്വരൻ. അത് നമ്മുടെ കൂടെ ഉണ്ട്, കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പുരഞ്ജനന്റെ കൂടെയും ആ ഈശ്വരൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് വിളിക്കണ്ടേ, വേണ്ട സമയത്തൊന്ന് ഈശ്വരാന്നൊന്ന് വിളിക്കാൻ തോന്നണ്ടേ? അത് ഈ കർമ്മടന്മാർക്ക് തോന്നില്ല. പക്ഷെ ഒരിക്കലും ആ ബന്ധുവിനെ കാണുകയാകട്ടെ, പേരെന്ത് എന്ന് അറിയുകയാകട്ടെ, അതിനുവേണ്ടി പുരഞ്ജനൻ ശ്രമിച്ചില്ല. എങ്കിലും വിഷമം നേരിടുമ്പോഴൊക്കെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ രക്ഷ കിട്ടി വരാറുണ്ട്. നമ്മളും ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് സ്വാമി ശരണമയ്യപ്പ അടുത്ത കൊല്ലം അവിടെ വന്നോളാം, അല്ലെങ്കിൽ ഞാൻ നിലത്ത് കടന്നു ഉരുണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യത്തിന് നമ്മളൊക്കെ വിളിക്കും. എത്രയൊക്കെ കർമ്മഠന്മാരാണ്. നമ്മൾ തന്നെ ബാങ്കും ബാലൻസും ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും ഇടയ്ക്ക് വിളിക്കുന്ന മാതിരി പുരഞ്ജനൻ ഇടയ്ക്കിങ്ങനെ അറിയാത്ത ബന്ധുവിനെ വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ നാനാകാലദേശങ്ങളിൽ നാനായോനികളിൽ ജനിച്ചും മരിച്ചും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ജീവൻ സുകൃതവിശേഷത്താൽ ബഹൂനാം ജന്മനാം അന്തേ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന മാതിരി സുകൃതവിശേഷത്താൽ തന്റെ അത്യന്ത ദയനീയമായ സംസാര ഭ്രമണത്തെക്കുറിച്ച് ഓർമ്മിച്ച് വ്യസനിക്കാനിടയാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ ഒന്നും കാണാനും ഇല്ല. എവിടെ ഏതു രൂപത്തിൽ ജനിച്ചാൽ തനിക്ക് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായി സംസാരത്തിൽ നിന്ന് മുക്തനായി തീരും എന്ന് അന്വേഷിക്കുന്നു. ആ അന്വേഷണമാണ് ഈ പുരഞ്ജനൻ ഒരു വീട് താമസിക്കാൻ വേണ്ടി അന്വേഷിച്ചു നടക്കുന്നു എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചത്. ഈ ജീവന് കുറച്ചിങ്ങനെ നല്ലത് വരികയാണെങ്കിൽ, നല്ല ഭാവങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ അന്വേഷിച്ചു തുടങ്ങി എവിടെ ഇരുന്നാലായിരിക്കും എൻ്റെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക? ഗുരുവായൂർ തന്നെ ഫ്ലാറ്റ് മേടിക്കണോ, അതോ ഈ ശബരിമലയിൽ ഫ്ലാറ്റ്സ് ഉണ്ടാക്കി തുടങ്ങിയാൽ നമുക്ക് അവിടേക്ക് പോകണോ? ഇങ്ങനെ നമ്മൾ ഓരോന്ന് അന്വേഷിക്കുക. എവിടെ ഇരുന്നാലാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നല്ല, അപ്പോൾ കൊച്ചിയിലെ മെട്രോ വരുന്നില്ലേ, അപ്പൊ മെട്രോന്റെ അടുത്ത് മേടിക്കാം, എന്നാൽ അവിടേക്ക് ഇവിടേക്കൊക്കെ പോവാം. അപ്പൊ കൂടുതൽ അതിലേക്ക് പോകുന്നവർ അങ്ങനത്തെ സ്ഥലം നോക്കും. അല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവര് ഭാരതദേശത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് പുണ്യഭൂമി, കർമ്മഭൂമി, ധർമ്മഭൂമിയായ ഭാരതത്തില് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടട്ടെ എന്ന് സ്ഥലം അന്വേഷിച്ചു. അതിന്റെ ഫലമായിട്ട് അയാളുടെ പുണ്യകർമ്മത്തിന്റെ, അത് പറയാണ്, പൂന്താനം പാടില്ലേ, നമ്മുടെ പുണ്യം കൊണ്ടാണ് നമ്മൾ ഭാരതഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അത് നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? നമുക്കും വല്ല അമേരിക്കയിലോ ദുബായിലോ ഖത്തറിലോ ഒക്കെ ജനിക്കായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് ജനിപ്പിച്ചിരിക്കുന്ന ഈ പുണ്യഭൂമിയിലാണ്. ഈ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ഒക്കെ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി എത്രയോ നൂറ്റാണ്ടുകളായിട്ട്
മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പകർന്ന് കലർത്തി കൊടുത്ത മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള എത്രയോ ഗുരുക്കന്മാര് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ പുണ്യഭൂമിയില് നമുക്ക് വീണ്ടും മനുഷ്യനായി ജനിച്ചു. ഹിമാലയത്തിന്റെ തെക്കേ താഴ്വര എന്ന് പറഞ്ഞത് ഭാരതത്തെയാണ്. മനുഷ്യ ശരീരത്തെയാണ് കോട്ടയില് ഒരു കോട്ട കിട്ടി എന്ന് പറഞ്ഞത്. അങ്ങനെ ആ കോട്ടയിൽ ജനിച്ചു. ആഗ്രഹിച്ചപ്പോഴത്തേക്കും അവിടെ ശരീരം കിട്ടി. ഇതാണ് പെട്ടെന്ന് കോട്ട കണ്ടു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. 9 ദ്വാരങ്ങളാണ് ആ കോട്ടയിലുള്ളത്. അത് തന്നെയാണ് 9 ഗോപുരങ്ങളായിട്ട് ഈ കോട്ടയ്ക്ക് 9 ഗോപുരങ്ങളുണ്ടെന്ന് പ്രകീർത്തിച്ചത്. ഓരോ ഗോപുരവും ഓരോ രാജ്യത്തേക്ക് പ്രത്യേകം കടന്നു ചെല്ലാനുള്ള ദ്വാരങ്ങളാണെന്ന് സൂചിച്ചത്. അതായത് ഓരോ പ്രത്യേക വിഷയ വസ്തുക്കളിലേക്ക്. കണ്ണ് അതിൻ്റെതായ വിഷയവസ്തുക്കളിലേക്ക്, ചെവി അതിൻ്റെതായ വിഷയവസ്തുക്കളിലേക്ക്, നാവ് അതിൻ്റേത്, ത്വക്ക് അതിൻ്റേത്. ഇങ്ങനെ ഓരോന്നും അതാതിൻ്റെ വിഷയവസ്തുക്കളിലേക്ക് പോകും. അപ്പോൾ ഇത് എവിടേക്കൊക്കെയാ പോണേ, എന്തൊക്കെയാന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സർപ്പമാണ്. എന്താന്ന് വെച്ചാല് പ്രാണ അപാന വ്യാന ഉദാന സമാന എന്ന് പറയണ മാതിരി അവരുടെ ആ 5 തല സർപ്പത്തിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. ബുദ്ധിയെയാണ് പുരഞ്ജനി എന്ന രാജകന്യകയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഭാരതഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, ജീവിക്കാനായിട്ട് തുടങ്ങി. പുരഞ്ജനൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ആഹാരാദി ലോകധർമ്മങ്ങളെ മാത്രം ചേഷ്ടിച്ചുകൊണ്ട് ദുർവാസനകളെ വളർത്തിക്കൊണ്ടുമുള്ള ജാഗ്രത അവസ്ഥ, ആ ജീവിതത്തെയാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ വന്നു, കോട്ട കിട്ടി, ഭാര്യയോടുകൂടി താമസിച്ചു എന്ന് പറയുന്നത് നമ്മൾ ജാഗ്രത അവസ്ഥയിൽ മുഴുകി അവിടെ തന്നെ ജീവൻ കഴിക്കുന്നു എന്നുള്ള ഭാവത്തെയാണ് പറഞ്ഞത്. പിന്നെ സ്വപ്ന സുഷുപ്തികളെയാണ് നായാട്ടിന് പോയി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചത്. നായാട്ട് കഴിഞ്ഞു വന്നപ്പോൾ രാജ്ഞി മോഹാസ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് സ്വപ്ന സുഷുപ്തികൾ കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്ന ബുദ്ധിയുടെ മൗഢ്യത്തെ സൂചിപ്പിക്കുകയാണ്. വീണ്ടും ഉണർന്നു കഴിയുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമുക്ക് എന്താ നടന്നത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടതോ, ഇതിട്ടൊരു മൗഢ്യാവസ്ഥ വരും. അതിനെയാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്. ഇങ്ങനെ ജാഗ്രതാദി 3 അവസ്ഥകളില് മാറി മാറി ചരിച്ചും ദുർവാസനകളെയും ദുഷ്കർമ്മങ്ങളെയും തന്നെ വളർത്തി ചെയ്തും ദുഃഖങ്ങളെ അനുഭവിച്ചും ജീവിതം നീണ്ടു പോകുന്നു. അങ്ങനെ ക്രമേണ ബാല്യ കൗമാര യൗവന ദശകളെ അതിക്രമിച്ച് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു. ഇങ്ങനെ അവിടെ വാർദ്ധക്യത്തിനെ സൂചിപ്പിച്ചത് ചണ്ഡവേഗൻ കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദയബിത്വാം ന ഭവിഷ്യന്തി സർവേ, അല്ലേ? ഭഗവാൻ പറയുന്നില്ലേ, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു നിവൃത്തിയും ഇല്ല. ആർക്കും ജയിക്കാൻ കഴിയാത്തതായ വേഗതയോടുകൂടി ഓടി വരുന്നു ചണ്ഡവേഗൻ. അതാണ് കാലം. വേഗമാണ്, നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കിക്കൊണ്ടിരിക്കേ പോയിക്കൊണ്ടിരിക്കും. ശരീരത്തിനെ ഇങ്ങനെ അടക്കി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഓരോ സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചണ്ഡവേഗനും. അനാദിയും അനന്തവുമായ കാലത്തെ കൊല്ലം ആകുന്ന മാനദണ്ഡം കൊണ്ടാണല്ലോ നമ്മൾ ഇത് അളക്കുന്നത്. കൊല്ലമാകുന്ന കാലസ്വരൂപത്തിന്റെ ഘടകങ്ങളായ ദിവസങ്ങളെയാണ് ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും എന്നെല്ലാം പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ചണ്ഡവേഗനും സൈന്യങ്ങളും കൂടി ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വളരെ കൊല്ലങ്ങൾ, ഇവരൊന്നിച്ച് വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞു. വാർദ്ധക്യം ബാധിച്ചു, ശരീരത്തിന് പല പരുക്കുകളും വന്നു ചേർന്നു. വാർദ്ധക്യം കൊണ്ടോ രോഗബാധകളെ കൊണ്ടോ എന്തെല്ലാം കേടുകൾ ശരീരത്തിന് നേരിട്ടാലും അതിൽ നിന്നൊക്കെ ശരീരത്തിനെ രക്ഷിക്കാനായിട്ടുള്ള പരിശ്രമിക്കുക എന്നത് സാധാരണമാണല്ലോ. അതുകൊണ്ടാണ് പല ചണ്ഡവേഗൻ അറ്റാക്ക് ചെയ്യാൻ വന്ന ഇവരും പുരഞ്ജനനും അതിനെ എതിർക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ഈ ഒരു അന്യോന്യമുള്ള സംഘട്ടനത്തിനെയാണ്. വാർദ്ധക്യ സഹജങ്ങളായ രോഗങ്ങൾ വരുന്നു, നമ്മൾ ആസ്പത്രിയിലേക്ക് പോകുന്നു, സ്കാൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ ചണ്ഡവേഗന്റെ അറ്റാക്കിനെ നമ്മൾ ചെറുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പലതരത്തിലുള്ള ഉപാധികളെ കൊണ്ട് സുഖക്കേടുകളെയും പിന്നെ ജരാനര ബാധിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നു, കറുപ്പിക്കാൻ നോക്കുന്നു, വെളുപ്പിക്കാൻ നോക്കുന്നു, ചുവപ്പിക്കാൻ നോക്കുന്നു. അതൊക്കെ ഈ ചണ്ഡവേഗനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. വാർദ്ധക്യ സഹജങ്ങളായ
പലതര രോഗങ്ങളെയാണ് യവന സൈന്യങ്ങൾ, ചണ്ഡവേഗന്റെ കൂടെ യവന സൈന്യങ്ങൾ അറ്റാക്ക് ചെയ്തു പുരഞ്ജനനെ എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ഇവരാണ് പലതരത്തിലുള്ള വാർദ്ധക്യ സഹിതമായിരിക്കുന്ന സുഖക്കേടുകളെ, രോഗങ്ങളെയാണ് യവന സൈന്യങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞ ഒരു കാലകന്യക അങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ടെന്ന്. അത് പിന്നീന്നേ വരുള്ളൂ, അത് മുമ്പിൽ നിന്ന് വരില്ല. അത് കാണാൻ വളരെ വികൃതയായിട്ടുള്ള അവളാണ് ജരാനരകള്. അങ്ങനെ എല്ലാം കഴിഞ്ഞു വളരെ സുന്ദരിയായിട്ട് മിസ് യൂണിവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞു വന്നിട്ട് ഒരു ദിവസം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാ ഇവിടെ ഒരു വെള്ള ഹായ് അല്ലേ, ജരാനര ബാധിക്കാനായിട്ട് തുടങ്ങുകയാണ്. വാർദ്ധക്യത്തോടും വാർദ്ധക്യ സഹജങ്ങളായ രോഗങ്ങളോടും ജരാനരകളോടും വളരെയൊക്കെ എതിർത്താലും അവയെ ജയിക്കാൻ ആർക്കും സാധിക്കാറില്ല. അവസാനം തോൽവി തന്നെയാണ്. എത്രയൊക്കെ ഡൈ ചെയ്താലും എത്രയൊക്കെ കായകൽപ്പ ചികിത്സ നടത്തിയാലും കുറെ കഴിഞ്ഞാൽ നമ്മൾ ഈ സൈന്യത്തിന്റെ മുമ്പിൽ പരാജിതരാവുക തന്നെ ചെയ്യും. അതാണ് പുരഞ്ജനന്റെ തോൽവിയിൽ കൂടി നമ്മളെ കാണിച്ചു തന്നത്. അതെങ്ങനെയാ തോൽവി? കോട്ട വിട്ട് ഓടിപ്പോകുന്നു. ഇനി ഈ കോട്ടയിൽ ഇരുന്നാൽ നിവൃത്തിയില്ല അല്ലേ, വാസാംസി ജീർണാനി യഥാവിഹാർ. ഇനി ഈ കോട്ടയിൽ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ശരീരത്തിനെ വിട്ട് വേറൊരു ദിക്കിലേക്ക് ഓടിപ്പോകുന്നു പുരഞ്ജനൻ എന്ന് പറഞ്ഞത് ഇതാണ്. ജരാനരകൾ വന്നു അവർക്ക് കീഴടങ്ങി അവസാനം മരണം തന്നെ സംഭവിച്ച് വേറെ കോട്ടയിലേക്ക് ഓടിപ്പോവുകയാണ്. അതാണ് മരിച്ചു എന്നുള്ളതിന് ഇതായിട്ട് പറയുന്നത്. അനന്തരം വിദർഭ രാജ്യത്ത് പോയി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് വീണ്ടും രണ്ടാമതൊരു ദിക്കില് ജനനമെടുത്തു. അങ്ങനെ എത്രയോ ആയിരം ജന്മങ്ങൾ നാനാകാലദേശങ്ങളിൽ നാനായോനികളിലായിട്ട് കഴിഞ്ഞ് അവസാനം ഈശ്വര കാരുണ്യത്താലും ജന്മാന്തര സുഹൃതത്താലും ഭക്തി വൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നു. അതോടുകൂടി മഹാത്മാവായ ഒരു ആചാര്യനെ കാണാൻ ഇടവരുന്നു. അല്ലെങ്കിൽ കരുണാമയനായ ഈശ്വരൻ തന്നെ ഗുരുസ്വരൂപേണ അവതരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സ്വയം, നമ്മൾക്ക് ജ്ഞാനത്തിനൊന്നും കഴിവില്ല എന്നുണ്ടെങ്കിൽ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. നല്ലതായിട്ടുള്ള ഗുരുവിന്റെ അടുത്ത് ചെല്ലുക, ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ എടുക്കുക, ഗുരുവിന്റെ അനുഗ്രഹം തേടി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. അത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ആചാര്യനെ കണ്ടതോടുകൂടി കൃതകൃത്യനാകുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശ ശ്രവണത്തോടെ താനും ഈശ്വരനും രണ്ടല്ല എന്നുള്ള ബോധ്യം വരുന്നു. ഗുരുവിൻ്റെതുകൊണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ തത്വത്തെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. പെട്ടെന്ന് ആ ഓർമ്മ വന്നതോടുകൂടി നിർമ്മാണ ഷഡ്കത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന മാതിരി ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഞാൻ ദേഹമല്ല, ശരീരമല്ല, ബുദ്ധിയല്ല എന്നുള്ള ബോധം വന്നതോടുകൂടിയിട്ട് അങ്ങനെ പരിപൂർണ സ്വതന്ത്രനായിട്ട് തീരുന്നു. ജീവൻ മുക്തനായി. ഇതാണ് സംസാരത്തിൽ ജീവന്റെ ഗതി എന്നുള്ള കഥയുടെ. എന്നിട്ട് നാരദ മഹർഷി അതിനെ ഒന്നും കൂടി ഒന്ന് മുറുക്കി കൊടുക്കുകയാണ്, ഒരു സ്ക്രൂ ഒന്നും കൂടി തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പോ ചണ്ഡവേഗന്റെ മറ്റേന്റെയൊക്കെ കഥ പറഞ്ഞില്ലേ, അപ്പോൾ വേറൊരു നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട്, ഇതിൽ നിന്ന് നമ്മൾ ആരും മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് കാണിച്ചു തരുവാനായിട്ട് അദ്ദേഹം വേറെ ഒരു ചെറിയ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ഭയങ്കരമായൊരു കാട്ടില് മുന്നിൽ പതിയിരിക്കുന്ന ചെന്നായ്ക്കൂട്ടത്തെയും പിന്നിൽ തന്നെ പിന്തുടരുന്ന കാട്ടാളിനെയും കാണാതെ രണ്ട് ശത്രുക്കളുടെ മധ്യത്തിൽ തന്റെ അരക്ഷിതാവസ്ഥയെ ലേശം പോലും ബോധിക്കാതെ സ്വാദുള്ള നല്ല പദാർത്ഥങ്ങളെ തിന്നാൻ കൊതിച്ച് അന്വേഷിച്ച് നടക്കുന്ന മാനിനെ പോലെയാണ് സംസാരത്തിലെ മനുഷ്യൻ. വേറൊരു ഉദാഹരണം ഇടയ്ക്ക് കേൾക്കാം. ഒരാള് ഒരു കിണറ്റിലേക്ക് വീഴുകയാണ്. കിണറ്റിലേക്ക് കുണ്ടുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയാണ്. വീണ് കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു വള്ളി കിട്ടി. ആ വള്ളിയും ഇങ്ങനെ പിടിച്ചു തൂങ്ങി. താഴെ നോക്കുമ്പോണ്ടാ അവിടെ ഒരു മുതല, ഇയാളിങ്ങനെ എപ്പോഴാ താഴെ വീണേ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിടി മുറുക്കി നോക്കിയപ്പോൾ എന്താ, നല്ലൊരു പാമ്പുമ്മലാണ് പിടിച്ചു നിൽക്കുന്നത്, സർപ്പത്തിനെ. ആ സമയത്ത് അവിടെയുള്ള ഒരു തേനീച്ച കൂടിന്ന് തേനിങ്ങനെ ഒഴുകുന്നു. അപ്പൊ താഴെ വീണാൽ
മുതല കടിക്കും, കൈ പിടിച്ചിരിക്കുന്നത് പാമ്പിനെയാണ്. അത് വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറിയ പാമ്പും കടിക്കും. എന്നാലും മനുഷ്യൻ വിടില്ല, ആ തേൻതുള്ളി നക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരു ഇതേമാതിരിത്തെ ഒരു ഉപമ പറയും സാധാരണ വേദാന്തം പഠിപ്പിച്ചു തരുന്നതായിട്ടുള്ള ടീച്ചർമാര്. അതേമാതിരി തന്നെ മനുഷ്യൻ. ചെന്നായ്ക്കള് മുമ്പിൽ നിൽക്കണു, കാട്ടാളൻ പിന്നിൽ നിൽക്കണു. അപ്പോഴും മാനിന്റെ ഇത് എവിടെ നല്ല പുല്ല് നിൽക്കണമെങ്കിൽ അവിടേക്കൊന്ന് ഓടിപ്പോയിട്ട് പുല്ല് തിന്നാന്നൊക്കെ. അതേമാതിരിയാണ് നമ്മളും. എത്ര വയസ്സായി എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും പിന്നെയും അത് ചെയ്യണം. ഒന്നും കൂടിയും ഒരു കാരുണ്യ ലോട്ടറിയുടെ ടിക്കറ്റും കൂടി എടുത്ത് കിട്ടിയാലായില്ലേ? 1.5 കോടിയോ 2 കോടിയോ 101 കിലോ സ്വർണം അങ്ങനെ നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ അതിലിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ദിവസത്തിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ ചിലർക്കൊന്നും സമാധാനമില്ല. എനിക്കറിയാം ചിലരെയൊക്കെ അങ്ങനെ ദിവസം ഒരു ലോട്ടറി ടിക്കറ്റ് എങ്കിലും എടുക്കണം. അപ്പോ പ്രപഞ്ചമാകുന്ന ഈ പെരും കാട്ടിനുള്ളിൽ നല്ല വിഷയഭോഗങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തെ മുന്നോട്ടു പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിൽക്കുന്ന ദായാദികള്, ബന്ധുക്കള്, ഭാര്യാമക്കളാകുന്ന ചെന്നായിക്കൂട്ടത്തെയും പിന്നിൽ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അന്ധകനാകുന്ന കാട്ടാളനെയും കാണാതെയാണ് മനുഷ്യൻ വിഷയഭോഗങ്ങളെ അന്വേഷിച്ച് ആയുസ് കളയുന്നത്. അതുകൊണ്ട് ആയുസ് പോയത് പോട്ടെ, ഇപ്പോഴെങ്കിലും നമുക്ക് ഭാഗവത തത്വദർശന ഇതൊക്കെ കേൾക്കാൻ സാധിച്ചല്ലോ എന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ നോക്കുക. തൻ്റെ അരക്ഷിതാവസ്ഥയെ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഒരാൾ ആദ്യം പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ആദ്യം പരിശ്രമിച്ച് കാണാറില്ലെന്നതിനാൽ ആർക്കും ഒരു ബോധം ഇല്ലെന്നാണ്. ആരും പരിശ്രമിച്ച് കാണാറില്ലെന്നതിനാൽ ആർക്കും ഒരു ബോധമില്ലെന്നും തങ്ങളൊക്കെ സുരക്ഷിതന്മാരാണെന്ന് ഓരോരുത്തരും ധരിക്കുന്നു എന്നല്ലേ വരുന്നത്. എപ്പോഴും പറയില്ലേ, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും അത്ഭുതമായിട്ടുള്ള എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് മരിക്കും, അവർ മരിക്കുക, അവർ നോക്കിയും തൻ്റെ മരണത്തിനെ പറ്റിയിട്ട് നമുക്ക് ആർക്കും ഒരു വിചാരമില്ല. എന്നല്ലെങ്കിൽ നാളെ എനിക്കും പോണല്ലോ എന്ന് നമുക്ക് ആർക്കും യാതൊരു ബോധവുമില്ല. അതിപ്രബലരായ 2 മഹാശത്രുക്കളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ആപത്തിനെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക പോലും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ നശിക്കുന്നതിൽ എന്ത് അത്ഭുതം! അയാൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, പിന്നെ അതിൽ അത്ഭുതമില്ല. നല്ല കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ ചേരണോ വേണ്ടേ എന്നിങ്ങനെ ചെന്നായിക്കൂട്ടത്തിന്റെയും കാട്ടാളിന്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് സ്വർഗീയ ഏകനാഥജിയോട് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്താ പറ്റിയിരിക്കണത്? നിനക്ക് വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം എന്ന് ആഗ്രഹമില്ലേ? ഉവ്വ്. പിന്നെ പല്ലും പോയി, കണ്ണും കാണാതെ, ചെവിയും കേൾക്കാതെ, വടിയും കുത്തിപ്പിടിച്ചിട്ടാണോ വിവേകാനന്ദ സ്വാമിയുടെ ജോലി ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. ശരിയല്ലേ? ചുണക്കുട്ടികളെ എനിക്ക് ആവശ്യം. ഭാരതീയ സംസ്കൃതിയെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ചുണക്കുട്ടികളെയാണ് ആവശ്യം. അതുകൊണ്ട് വയസ്സാവാൻ കാത്തു നിൽക്കരുത്. ഇവിടേക്കും നാളെ എല്ലാവരും വയസ്സാവില്ല. ചെറുപ്പക്കാർ എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ല. 20-ന് താഴെ, 20-ന്റെയും 30-ന്റെ ഇടയിലുള്ളവര് എത്ര പേരുണ്ടാവും ഇവിടെ? എത്രയോ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോ ഈ ചെന്നായ്ക്കളുടെയും കാട്ടാളിന്റെയും ഒക്കെ കഥയൊക്കെ ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ചെയ്യുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. എന്താ അറിയോ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ അച്ഛനമ്മമാര് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാടെണ്ണം പറഞ്ഞു തന്നു. നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പ്രഭാഷണങ്ങൾ ഒന്നും മനസ്സിലായിട്ടല്ല, എന്നാലും പ്രഭാഷണങ്ങൾ കേൾക്കാൻ കൊണ്ടുപോകും. ആഗമാനന്ദ സ്വാമികളെ മാതിരി അന്ന് കേരളം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു അഭിനവ വിവേകാനന്ദൻ എന്നുള്ള മാതിരി കേരളത്തിൽ നിറഞ്ഞു നിന്നിരിക്കുന്ന, കേട്ടാലൊന്നും മനസ്സിലാവൂന്നില്ല, എന്നാലും അത് കേൾക്കാൻ കൊണ്ടുപോകും. സന്ധ്യയ്ക്ക് പാർബേക്കാവിന്റെ മുമ്പിലിരുന്ന് അത് കേട്ടു. അത് കേട്ട് വരുമ്പോ എന്താ അറിയോ, ഈ ചെന്നായ്ക്കളെയും കാട്ടാളിനെയും കണ്ട തിരിച്ചറിയാൻ പറ്റി. അല്ലല്ല, ഇത് ചെന്നായ്ക്കളാണല്ലോ മുമ്പില്, പിന്നില് കാട്ടാളനാണല്ലോ എന്നുള്ള ബുദ്ധി ഉണ്ടായി. അത് കാരണം അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭഗവാനെ എവിടെ ചെന്ന് അത്ഭുതം, എവിടെ ചെന്നെത്തിയും എന്ന് അറിയാൻ വയ്യ. അതാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് മഹാരാജാവിന്, പ്രാചീന ബർഹസിന് ബുദ്ധി തെളിഞ്ഞത്. താൻ ഇതുവരെ വിശ്വസിച്ചതും പ്രവർത്തിച്ചതും മുഴുവൻ അബദ്ധമായിരുന്നു എന്ന് മനസ്സിലായി. നമ്മുടെ വയസ്സായവർക്ക് ചിലർക്ക് അങ്ങനെയല്ലേ അല്ലേ? വീടും എഴുതി കൊടുത്തു,
പറമ്പും എഴുതി കൊടുത്തു. അവസാനം പെൻഷൻ മാത്രം ഉണ്ട് കയ്യിൽ. വീട് ഒരാളെ മകൾ കൊണ്ടേ, മറ്റത് വേറെ ആൾ കൊണ്ടേ, മറ്റത് കൊണ്ടുപോയി. അച്ഛൻ എന്നാ ചാവണേന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അച്ഛനെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയി. ആ സ്ഥിതിയിൽ എത്തുമ്പോഴാണ് നമ്മൾക്ക് എല്ലാം അബദ്ധമായി പോയി എന്ന്. എൻ്റെ അടുത്ത് വരുന്ന ചില പെണ്ണുങ്ങളോടൊക്കെ ഞാൻ പറയും, ഒരു കാരണം കൊണ്ടും നിങ്ങൾ വീട് എഴുതി കൊടുക്കരുത് കേട്ടോ എന്ന് പറയും. ഇനി ഒറ്റ നിമിഷമെങ്കിലും കളയാൻ പാടില്ലെന്ന് തീർച്ചപ്പെടുത്തി. അപ്പോൾ തന്നെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതോടുകൂടിയിട്ടാണ് കഥ നിൽക്കുന്നത്. അപ്പോൾ രാജാവ് സന്യാസത്തിന് പോയാൽ രാജ്യത്തെ അരാജകത്വം വന്നു. എന്താ ചെയ്യാ? 10 മക്കള് തപസ്സിന് പോയി. രാജാവ് വീട് വിട്ട് ഇറങ്ങിയും പോയി. കുറച്ച് അരാജകത്വമൊക്കെ വന്നു. എന്നാലും അവിടെ പരമാർത്ഥം അറിഞ്ഞതോടെ രാജാവിന് മുക്തിക്കുള്ള മാർഗം തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ പ്രാചീനസുകളുടെ ചരിത്രം കൊണ്ടാണ് ചതുർത്ഥ സ്കന്ധവും വിതുര മൈത്രേയ സംവാദവും ഉപസംഹരിക്കുന്നത്. സംഹാരമാണ് ചതുർത്ഥ സ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം. രാഗദ്വേഷ സ്വരൂപമായ സംഘട്ടനം, നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിലെ ക്ലേശങ്ങൾ മുഴുവനും ഇതാണ്. രാഗദ്വേഷങ്ങളുടെ സംഘട്ടനമാണ്. അതിൽ കൂടിയുള്ള നാശവുമാണ് ചതുർത്ഥ സ്കന്ധത്തിലെ ഓരോ കഥയിലും കൂടി സൂചിപ്പിച്ചിരിക്കുന്നത്. വൈരുദ്ധ്യമുള്ള എല്ലാ ദ്വന്ദ്ങ്ങളും രജസ്തമസ്സുകളുടെ രൂപവിശേഷം മാത്രമാണ്. ഇച്ഛാക്രിയകൾ, വിക്ഷേപ ആവരണങ്ങൾ, രജസ്തമസ്സുകൾ, വാദപിത്തങ്ങൾ, രാഗദ്വേഷങ്ങൾ, ശീതോഷ്ണങ്ങൾ ഇവയെല്ലാം ഒന്നിന്റെ പര്യായം മാത്രമാണ്. ഇച്ഛാക്രിയകളുടെ സംഘട്ടനം കൊണ്ട് ജീവത്വവും, വിക്ഷേപാവരണങ്ങളുടെ സംഘട്ടനം കൊണ്ട് ബുദ്ധിയും, രജസ്തമസ്സുകളുടെ സംഘട്ടനം കൊണ്ട് മനസ്സും, വാദപിത്തങ്ങളുടെ സംഘട്ടനം കൊണ്ട് നമ്മുടെ ശരീരവും, രാഗദ്വേഷങ്ങളുടെ സംഘട്ടനം കൊണ്ട് ലോകാനുഭവങ്ങളും, ശീതോഷ്ണങ്ങളുടെ സംഘട്ടനം കൊണ്ട് പ്രപഞ്ചം തന്നെയും നശിക്കുന്നു. ഇതേ ദ്വന്ദ്ങ്ങളുടെ സാമ്യതാഭാവം കൊണ്ട് ഇവയൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് തത്വങ്ങളെ നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് ഈ സ്കന്ധത്തിൽ പറയുന്നത്. കൂടാതെ നാശരൂപമായ ഈ ജഗത്തിൽ നാശത്തിന്റെ മധ്യത്തിലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും സദാ നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ജഗത്ത് അതിൻ്റെ നടുവിലാണ്. അനുനിമിഷം നമ്മൾ എല്ലാവരും നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള നാശമധ്യത്തിലും ഏത് നിലയ്ക്കുള്ള ആളായാലും വേണമെങ്കിൽ മുക്തനാകാൻ വിഷമമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് പല കഥകളും നമുക്ക് കാണിച്ചു തരുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും ബാലനായാലും വയസ്സായവനായാലും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത, ഭഗവാനിലുള്ള ഒരു സമർപ്പണം, ആത്മനിവേദനം വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലും കൂടി, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ നടുവിലും നമുക്ക് നശിക്കാതെ ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ള വലിയ ഒരു തത്വം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഇതില്. മനുഷ്യൻ സുഖത്തിനാണ് ജീവിക്കുന്നതും കർമ്മം ചെയ്യുന്നതും. എന്നാൽ സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുഃഖം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണം എന്താണ് എന്നായിരുന്നു വിതുരന്റെ ചോദ്യം മൈത്രേയനോടുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഈ കഥകളിൽ കൂടിയെല്ലാം പറഞ്ഞുകൊടുത്തു. പിന്നെ പുരഞ്ജനോപാഖ്യാനത്തിലെ അതിൻ്റെ ആ താത്വികമായ വശങ്ങളെയും കൂടി കാട്ടിക്കൊണ്ടാണ് ഇത് നശിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയാണ് നമ്മുടെ ഉപാധികൾ. ആ ഉപാധികളെ ശുദ്ധമാക്കി വെക്കാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ജ്ഞാനസമ്പാദനം. അതുകൊണ്ടാണ് സത്സംഗത്വേ നിസ്സംഗത്വം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. മനസ്സ് വിചാരത്തിൻ്റെയും ബുദ്ധി അറിവിൻ്റെയും ഉറവിടങ്ങളാണ്. നമ്മുടെ സംസ്കാരം ജ്ഞാനമോ അജ്ഞാനമോ രണ്ടായാലും ഈ 3 ഉപാധികളിൽ കൂടിയാണ് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയിലെ അറിവ് തന്നെ മനസ്സിലെ വിചാരം ശരീരത്തിൻ്റെ പ്രവൃത്തിയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ കർമ്മയോഗവും മനസ്സിൽ ഭക്തിയോഗവും, ബുദ്ധിയിൽ ജ്ഞാനയോഗവും ഒരേ സമയത്ത് വളരുന്ന ഒരാൾക്ക് അജ്ഞാനത്തെ ജയിച്ച് ഈ നാശം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ജഗത്തിലും നമുക്ക് നല്ല പോലെ ജീവിക്കാൻ, അതാണ് ഇഹ എന്ന് പറയുന്നത് വേദാന്തത്തിൽ. ഇവിടെ തന്നെ ജീവൻ മുക്തനാകാൻ സാധിക്കും എന്ന് പറയുന്നത് സ്വർഗത്തിലോ എവിടെയോ പോയിട്ടല്ല, ഇവിടെ തന്നെ സുഖദുഃഖങ്ങളിൽ നിന്ന് വിമുക്തനായി ശാന്തിയും സമാധാനത്തോടും കൂടി മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി ഇൻ മാൻ എന്ന് വിവേകാനന്ദ സ്വാമി പറയുന്ന മാതിരി അത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ വിതുര മൈത്രേയ സംവാദം അവസാനിക്കുന്നത്. ഇത്രയും നല്ലൊരു വിഷയത്തെ എൻ്റെ
അറിവില്ലായ്മയാകുന്ന ചെറിയ കണ്ണാടിയിൽ കൂടി നിങ്ങൾക്ക് പ്രതിഫലിച്ച് കാണിക്കാനായിട്ട് അവസരം തന്ന പരമപൂജ്യ സ്വാമിജിയോടും സംഘാടകർക്കും എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. വിവേകാനന്ദ സ്വാമിയുടെ 150-ാം ജന്മദിനാഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായോഗിക വേദാന്തത്തിന് കാതലായി നിന്ന ഈ മഹത്തായ ഈ മഹർഷിമാരുടെ അറിവിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും തലകുനിക്കാം. ഇത്രയും നമുക്ക് തന്നിരിക്കുന്നത് വേറെ ഏതൊരു രാജ്യത്തില്, ഏതൊരു സംസ്കാരത്തിലാണ് ഇത്രയും മഹത്തായിരിക്കുന്ന ഒരു അറിവുള്ളത്? ഒരിക്കലും ആരുടെ കയ്യിലും ഇല്ല. അവർക്കൊക്കെ അതെ ഇവിടെ ഇങ്ങനെ നല്ലോണം ജീവിച്ചോളൂ, സ്വർഗത്തിൽ പോവാം, അവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഭാര്യയുള്ളതുകൊണ്ടെങ്കിൽ അവിടെ 10 പേരെ കിട്ടും. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കപ്പ് വൈനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ 10 കപ്പ് വൈൻ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള തുച്ഛമായിട്ടുള്ള ഈ സുഖങ്ങളിലേക്കാണ് അവരുടെയൊക്കെ മനസ്സിനെ ഉയർത്തുന്നത്. ഇവിടെയാണെങ്കിലോ നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവായിട്ടിരിക്കുന്ന ആ സത്യത്തിനെ കണ്ടറിയൂ. ആ സത്യത്തിനെ വാക്കുകളിൽ കൂടിയും വിചാരങ്ങളിൽ കൂടിയും പ്രവൃത്തികളിൽ കൂടിയും ബഹിരാവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കൂ എന്നാണ് നമ്മുടെ മഹർഷിമാര് പറയുന്നത്. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. പാപികളെ എന്ന് നിങ്ങളെ വിളിക്കുന്നു. ആരാണ് നിങ്ങളെ പാപികളെ എന്ന് വിളിക്കുന്നത്? നമ്മളെല്ലാവരും അമരത്വത്തിന്റെ കിടാങ്ങളാണ് എന്ന് വിവേകാനന്ദ സ്വാമി ഓർമ്മിപ്പിക്കുന്നത്. തമേവ വിദിത്വ അതിമൃത്യുമേതി നാന്യപന്ഥാവിദ്യതേ അയനായ. വേറെ യാതൊരു വഴിയുമില്ല. അത് തന്നെയാണ് ഈ കഥകളിൽ കൂടിയും പുരഞ്ജരോപാഖ്യാനത്തിൽ കൂടിയും നാരദ മഹർഷിയുടെ വാക്കുകളിൽ കൂടിയും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കഥ കേൾക്കണം, കഥയുടെ ഉള്ളിലുള്ള തത്വചിന്തനം ചെയ്യണം, അതിനെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ ഈ 3 ഉപാധികളെയും ശുദ്ധീകരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം. അടുത്തു വരുന്ന തലമുറയ്ക്ക് നമുക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാകും ഇതിൻ്റെ. അവർക്കാണെങ്കിൽ അതുപോലും ഇല്ലാതെയാണ് അവർ വരാൻ പോകുന്നത്. അവരുടെ മുമ്പിൽ റിയാലിറ്റി ഷോവും മറ്റതും മറിച്ചതും ഒക്കെയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ചിലപ്പോൾ തോന്നും സിനിമ എന്നൊരു സാധനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ TV സ്റ്റേഷൻസും ചാനൽസും മൂടേണ്ടി വരും. വേറെ ഒന്നുമില്ല അവർക്ക് പറയാൻ. സിനിമാ സ്റ്റാർസ് എങ്ങനെയാ ഭക്ഷണം കഴിക്കണേ, സിനിമാ സ്റ്റാർ എങ്ങനെയാ കുക്ക് ചെയ്യണേ, സിനിമാ സ്റ്റാർസുകൾ എങ്ങനെയാ, അതല്ലാതെ വേറെ യാതൊന്നുമില്ല. അതെവിടെ? നാരദ മൈത്രേയ വിതുര മൈത്രേയ സംവാദം എവിടെ? നമ്മളൊക്കെ എത്ര ധന്യരാണ് അല്ലേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും സ്വാമിജിയെ മാതിരിയുള്ള മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഇതിനെയെല്ലാം കേൾക്കാനും നമുക്ക് വേദിയൊരുക്കി തന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.